കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ശബ്ദത്തിന് കുഴപ്പമില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല, കേൾക്കാം. ശരി. അപ്പോ മുഖമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് ഈ വെബിനാറിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം 1921 മലബാർ ഹിന്ദു വംശഹത്യയും അതിന്റെ ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലവും സാഹചര്യങ്ങളും എന്നുള്ളതാണ്. ഈ മലബാർ കലാപം എന്നൊക്കെ പലതരത്തിൽ വ്യാഖ്യാനങ്ങളുള്ള സ്വാതന്ത്ര്യ സമരമായിരുന്നു എന്നും അല്ല ജന്മിത്വ വിരുദ്ധ കർഷക ലഹളയായിരുന്നു എന്നും ബ്രിട്ടീഷ് സാമ്രാജ്യത്വ വിരുദ്ധമായിട്ടുള്ള അധിനിവേശ വിരുദ്ധമായിട്ടുള്ള ഒരു ദേശീയ പോരാട്ടമായിരുന്നു, അങ്ങനെയൊക്കെ പലതരത്തിൽ ചരിത്രത്തിൽ വളച്ചൊടിക്കപ്പെട്ട് പല നിറങ്ങൾ കൊടുക്കപ്പെട്ട് പലതരത്തിൽ വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞ് നമുക്ക് മുമ്പിൽ തന്നിട്ടുള്ള യഥാർത്ഥത്തിലുള്ള 1921 നടത്തിയിട്ടുള്ള ഹിന്ദു വംശഹത്യ അല്ലെങ്കിൽ ജീനോസൈഡ് എന്നതിന്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിൽ പറയാവുന്ന ആ നിർവചനം ഏത് നിലയ്ക്കും ബാധകമാവുന്ന തെരഞ്ഞു പിടിച്ച് ആളുകളെ മതത്തിന്റെ പേരിൽ തന്നെ കൂട്ടക്കൊലകൾക്ക് വിധേയരാക്കുകയും സ്ത്രീകളെ ബലാത്സംഗത്തിന് ഇരയാക്കുകയും ആളുകളെ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാക്കുകയും ക്ഷേത്രങ്ങളും മറ്റും തകർക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു വർഗീയ കലാപത്തിന്റെ തന്നെ സ്വഭാവത്തിലുള്ള 1921 മലബാർ കലാപത്തെ പറ്റി, എന്നാൽ ഹിന്ദു സമാജത്തിനുള്ളിൽ തന്നെ കൃത്യമായിട്ടുള്ള ധാരണ അതിന്റെ ശരിയായിട്ടുള്ള സ്വഭാവത്തെ പറ്റിയിട്ട്, അതിന്റെ പശ്ചാത്തലത്തെ പറ്റിയിട്ട്, അതിൽ നടന്നിട്ടുള്ള സംഭവങ്ങളെ പറ്റിയിട്ട്, അതിന്റെ അനന്തരം കലാപാനന്തരം മലബാർ എങ്ങനെയാണ് മടങ്ങി വന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ സമാജത്തിനുള്ളിൽ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇല്ല എന്നുള്ളത് ഈ ബോധപൂർവമായിട്ടുള്ള ചില ആളുകൾ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മലബാർ കലാപ മഹത്വവൽക്കരണത്തിന്റെ ആ പരിശ്രമങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ വിജയിച്ചിട്ടുണ്ട്, നമ്മളിൽ പോലും വലിയ സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ അടയാളാണ്. എന്നാൽ ഇപ്പോ മലബാർ കലാപത്തിന്റെ 100ാം വാർഷികം വരാനിരിക്കുന്ന ഈ അവസരത്തിൽ ഈ കലാപത്തിന്റെ അനുകൂലികളും അതിൽ ഹർഷോന്മാദം പുലർത്തുന്ന ആളുകളുമായിട്ടുള്ള ആളുകൾ അതിനൊരു വലിയ ആഘോഷമായിട്ട് ഒരു വലിയ ആചരണമായിട്ടൊക്കെ മാറ്റിയെടുക്കാൻ പോകുന്ന സാഹചര്യത്തിലാണ് നമുക്ക് ഇതിനെ പറ്റി യഥാർത്ഥത്തിൽ ധാരണയുള്ള ആളുകൾ കൂടുതൽ ആളുകളിലേക്ക് ആ ധാരണ എത്തിക്കുകയും ആ ധാരണ കൂടുതൽ വികസിപ്പിക്കുകയും അത് കൂടുതൽ പ്രചാരണം നൽകുകയും ഇതിന്റെ യഥാർത്ഥ വസ്തുതയെ പറ്റി, ഇതിന്റെ യഥാർത്ഥ വശത്തെ പറ്റി സമാജത്തെയും സമൂഹത്തെയും പൊതുവിൽ ബോധ്യപ്പെടുത്തി നിന്ദ്യമായിട്ടുള്ള വർഗീയ കലാപത്തെ വർഗീയ കലാപം എന്നും വംശഹത്യ എന്നും തന്നെ വിശേഷിപ്പിച്ചുകൊണ്ട് അതിനെ യാതൊരു തരത്തിലുള്ള ആചരണമോ ആഘോഷമോ അർഹിക്കാത്ത ഒരു കൂട്ടക്കൊലയായിരുന്നു അത് എന്നുള്ള വസ്തുത സമൂഹത്തിന്റെ പൊതുശ്രദ്ധയിൽ പതിപ്പിക്കുകയും ആ കലാപത്തെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി പൊതുസമൂഹം അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ആളുകളെ വെറുപ്പോടുകൂടിയും ആ കലാപത്തെ അവജ്ഞയോടുകൂടിയിട്ടും അതിന്റെ ഇരകളെ ബഹുമാനത്തോടു കൂടിയും ഇപ്പൊ നേരെ തിരിച്ചിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കലാപത്തിൽ കലാപം നടത്തിയിട്ടുള്ള അക്രമകാരികളെ മഹത്വവൽക്കരിക്കുകയും അതിന്റെ ഇരകളായിട്ടുള്ള ആളുകളെ ചൂഷകരെന്നും ജന്മികളെന്നും സാമ്രാജ്യത്വത്തിന്റെ ചെരുപ്പ് നക്കികളെന്നും ഒക്കെ പറഞ്ഞ് ഇരകളെ അപമാനിക്കുകയും ചെയ്യുന്ന ഒരു വിപരീത ദിശയിലുള്ള ചരിത്ര വായനയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ തിരുത്തി കുറിച്ചുകൊണ്ട് അതിലെ അക്രമകാരികളെ അപലപിക്കാനും അതിന്റെ ഇരകളെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും ഇരകളെ ആദരിക്കാനുമുള്ള ഒരു മനസ്ഥിതിയിലേക്ക് സമൂഹത്തെ പരിവർത്തനം ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു വെബിനാർ എല്ലാം ഈ ഇവർ നേതൃത്വത്തിൽ സംഘടിക്കപ്പെടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനതിൽ കാണുന്നത് മലബാർ കലാപത്തെ പറ്റി പൊതുവിൽ പറയാം ഒരു മണിക്കൂറിലോ അല്ലെങ്കിൽ 1.5 മണിക്കൂറിലോ നമുക്ക് മലബാർ കലാപത്തിന്റെ അടി മുതൽ മുടി വരെയുള്ള അതിന്റെ യഥാർത്ഥ രൂപം മുഴുവൻ വിവരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിലത്തെ വസ്തുത. ഇപ്പൊ മലബാർ കലാപത്തെ സിനിമയാക്കാം എന്നൊക്കെ പല ആളുകളും പറയുമ്പോഴും ഞാനതിൽ കാണുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം 2.5 മണിക്കൂർ കൊണ്ടോ 3 മണിക്കൂർ കൊണ്ടോ ശരിക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന സംഗതിയല്ല ഈ മലബാർ കലാപം എന്ന് പറയുന്നത്. കാരണം 1921 ഓഗസ്റ്റ് 20 മുതൽ 1922 ജനുവരി 10 വരെയുള്ള 6 മാസം മാത്രം നീണ്ടു നിന്നിട്ടുള്ള ഒരു വർഗീയ ലഹള മാത്രമല്ല മലബാർ കലാപം. അത് 2 നൂറ്റാണ്ടായി തുടങ്ങിയിട്ടുള്ള അനവധി ചെറു കലാപങ്ങളുടെ ഒടുവിലെ സഞ്ചിത രൂപമാണ്. ആ അനവധി കലാപങ്ങൾ 1836 മുതൽ മലബാറിൽ തുടങ്ങിയിട്ടുള്ള ഹാലിളക്കങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അനവധി കലാപങ്ങൾ അതിന്റെ എല്ലാ സംഘടിത രൂപത്തിലും അതിന്റെ എല്ലാ രാക്ഷസീയ ഭാവത്തിലും അതിന്റെ പൂർണ്ണമായിട്ടുള്ള നാശം വിതച്ചിട്ടുള്ള സംഭവമാണ്. അതിന്റെ കൾമിനേഷനാണ് 1921 മലബാർ ലഹള. അതിന് നമ്മൾ 7 തരത്തിൽ തന്നെ 7 ഘട്ടങ്ങളായി അല്ലെങ്കിൽ 7 നിലകളിലാണ് അതിനെ പരിശോധിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വെബിനാറും പൊതുവെ മുന്നോട്ട് വെക്കുന്ന ഒരു ദർശനം. അതിലാദ്യം മലബാറിലെ ചരിത്രപരമായിട്ടുള്ള സാഹചര്യങ്ങൾ, ഈ കലാപത്തിന്റെ ചരിത്ര പശ്ചാത്തലം എന്നുള്ളതാണ്. ഈ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ നമ്മൾ
766 ഹൈദരാലിയുടെ പടയോട്ടമോ അല്ലെങ്കിൽ അതിനു മുമ്പേ 1600-കളിൽ അവസാനിച്ചിട്ടുള്ള കുഞ്ഞാലി മരക്കാർ, 4-ാം കുഞ്ഞാലി മരക്കാരുടെ വധം, അത് അവിടെ നിന്ന് തൊട്ടിട്ട് മലബാറിൽ ഉണ്ടായിട്ടുള്ള ഒരു ഡെമോഗ്രഫിക്കൽ ട്രാൻസിഷൻ, ജനസംഖ്യയുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ആളുകളുടെ മതങ്ങൾ തമ്മിലുള്ള സമൂഹത്തിലെ വിവിധ സമുദായങ്ങൾ തമ്മിൽ ഇടപെടുന്ന രീതിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എങ്ങനെയാണ് മലബാറിൽ ഒരു കൂട്ടം ആളുകൾക്ക് വലിയ അപ്രമാദിത്വവും വലിയ സ്വാധീനവും ശക്തി ഉണ്ടായത്. ഒന്ന് സംഘടിതമായി വിചാരിച്ചു കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് ഒരു വലിയ ജനവിഭാഗത്തെ, 10,000 പേരാണ് മലബാർ കലാപത്തിൽ മരിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കണം, 1,00,000-ലേറെ ഇരകൾ ഉണ്ടായിട്ടുള്ള കലാപമാണ്. ഇപ്പോഴും വർഗീയ കലാപം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊക്കെ ആദ്യം വരുന്ന വലിയ കലാപങ്ങൾ ഗുജറാത്ത് കലാപം ഒക്കെയാണ്. ഇപ്പോഴും 20 കൊല്ലം കഴിഞ്ഞിട്ടും ഗുജറാത്ത് കലാപത്തെ പറ്റി ഇപ്പോഴും വലിയ നിലയിലുള്ള എന്താ പറയാ നിലവിളികളും അമർഷങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ആളുകളുടെ സംഖ്യ എന്ന് പറയുന്നത് 1000-ൽ താഴെയാണ്. ഒഫീഷ്യൽ രേഖകൾ പ്രകാരം പോലും 754 മുസ്ലിങ്ങളും 284 ഹിന്ദുക്കളും ഉൾപ്പെടെ 1000 പേരാണ് ഗുജറാത്ത് കലാപത്തിന്റെ വിക്ടിംസ് എന്ന് പറയുന്നത്. ഇതിന്റെ 10 ഇരട്ടി പേര് മരിച്ചിട്ടുള്ള സംഭവമാണ് മലബാർ കലാപം. 10,000 തൊട്ട് 12,000 വരെ ആളുകൾ മലബാർ കലാപത്തിലെ ഇരകളായി എന്നാണ് പറയുന്നത്. ആയിരക്കണക്കിന് ആളുകൾ മതപരിവർത്തനത്തിന് വിധേയരായിട്ടുണ്ട്. എത്രയോ സ്ത്രീകൾ, എണ്ണമില്ലാത്തത്രയും സ്ത്രീകൾ നിർബന്ധിതമായിട്ട് പിടിച്ചുകൊണ്ടുപോവുകയും മതം മാറ്റുകയും അതേപോലെ തന്നെ ബലാത്സംഗത്തിന് ഇരകളാവുകയും, കുട്ടികളെ പോലും. ഇപ്പൊ ഗുജറാത്ത് കലാപത്തിന്റെ ഭാഗമായിട്ട് പൊതുവിൽ പറയുന്ന ഒരു വലിയ സംഭവമാണല്ലോ ഗർഭിണിയുടെ വയറ് കീറി ഭ്രൂണത്തെ പുറത്തെടുത്തു എന്നൊക്കെയുള്ള. അതൊക്കെ സുപ്രീം കോടതിയിൽ പോയി പൊളിഞ്ഞിട്ടുള്ള യഥാർത്ഥമല്ല, അത് കെട്ടിച്ചമച്ചിട്ടുള്ള ഒരു സങ്കല്പ കഥയാണെന്നൊക്കെ തെളിഞ്ഞിട്ടുള്ള സാധനമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അത് മലബാറിലാണ്. ദേവദാർ കമ്മീഷൻ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്, 7 മാസം ഗർഭിണിയായിട്ടുള്ള സ്ത്രീയുടെ വയറ് കീറി കുഞ്ഞിനെ പുറത്തെടുത്ത് കൊന്നു കളഞ്ഞിട്ടുള്ള സംഭവത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ അത്രയും രൂക്ഷമായ, അത്രയും മനുഷ്യവിരുദ്ധമായിട്ടുള്ള ഒരു കലാപം സംഘടിപ്പിക്കാനുള്ള ഒരു ശേഷി എങ്ങനെ മലബാറിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് ഉണ്ടായി എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ ഭാഗം, ഇതിന്റെ ചരിത്ര പശ്ചാത്തലം. രണ്ടാമത്തെ സംഭവം, മലബാർ കലാപത്തിന് അരങ്ങൊരുക്കിയിട്ടുള്ള രാഷ്ട്രീയ പരിതസ്ഥിതി എന്തായിരുന്നു എന്നുള്ളതാണ്. അതിലാണ് ഈ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള, ഗാന്ധി ഉൾപ്പെടെയുള്ള അക്കാലത്തെ ദേശീയ നേതാക്കളുടെ പങ്ക്. അവരെങ്ങനെയാണ് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പിന്തുണ കോൺഗ്രസിന് കിട്ടാൻ വേണ്ടി ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യാനുള്ള ഒരു അരങ്ങൊരുക്കി കൊടുക്കുന്നത് ഖിലാഫത്തിന്റെ ബാനറിൽ എന്ന് നമുക്ക് ആ വിഷയത്തിന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ആ വിഷയത്തിൽ കോൺഗ്രസിന്റെ ആ കാലഘട്ടത്തിലെ നിലപാട്, ഗാന്ധി എന്ന് പറയുന്ന വിഗ്രഹം ഇപ്പൊ വിമർശിക്കാൻ പാടാത്ത ഒരു വിഗ്രഹമായി മാറിയിരിക്കുന്ന ഗാന്ധി, എന്നാൽ ആ വിഷയത്തിൽ ഗാന്ധി എന്നുള്ള ആ വ്യക്തിയുടെ ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ അവസരവാദം, അതിലുള്ള അദ്ദേഹത്തിന്റെ ഹിന്ദു വിരുദ്ധത, അദ്ദേഹത്തിന്റെ തന്നെ പല മുൻ ആശയങ്ങളുമായിട്ട് അഹിംസ പോലെയുള്ള പ്രഖ്യാപിത ആശയങ്ങളിൽ നിന്ന് എങ്ങനെ വ്യതിചലിക്കാൻ അദ്ദേഹം തയ്യാറായി തുടങ്ങിയിട്ടുള്ള ആ ഒരു എലമെന്റുകളും ആ ഒരു വസ്തുതകളുമെല്ലാം ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ ഇതിന്റെ രാഷ്ട്രീയ പരിസ്ഥിതി, രാഷ്ട്രീയ പശ്ചാത്തലം എന്നുള്ള ഒരു ഘട്ടത്തിൽ വരേണ്ടതാണ്. മൂന്നാമതായിട്ട് മലബാർ കലാപത്തിന്റെ തനി സ്വരൂപം എന്തായിരുന്നു, എന്താണ് ഈ മലബാർ കലാപത്തിൽ നടന്നിട്ടുള്ളത്. 1921 ഓഗസ്റ്റ് 20 മുതൽ 1922 ജനുവരി 10 വരെ നീണ്ടു നിന്നിട്ടുള്ള മലബാർ കലാപത്തിൽ എന്താണ് മലബാറിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതിന്റെ ഒരു വിശദീകരണങ്ങളും വിവരണങ്ങളും വേണം. 4 വളരെ പ്രധാനപ്പെട്ട സംഗതി, ഇപ്പൊ ഈ കലാപത്തിന്റെ ഒരു നേതാവായിരുന്ന, കൂട്ടക്കൊലകളുടെ നായകനായിരുന്ന, വംശഹത്യക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളവനായിട്ടുള്ള വാരിയംകുന്നത്തെ കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന കോൾഡ് ബ്ലഡഡ് ക്രിമിനലിനെ ഇപ്പൊ വലിയ സാമ്രാജ്യത്വ വിരുദ്ധ പോരാളിയും അതേപോലെ തന്നെ അധിനിവേശ വിരുദ്ധ സൈനികനും ജന്മിത്വ വിരുദ്ധ കർഷക കലാപം നയിച്ചിട്ടുള്ള വലിയ വിപ്ലവകാരിയും സ്വാതന്ത്ര്യ സമര ഭടനും വീരനായകനും ഒക്കെ ആയി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എങ്ങനെയാണ് ഒരു രക്തദാഹിയായിട്ടുള്ള പിശാചിനെ മാലാഖയായി ചിത്രീകരിക്കാൻ എങ്ങനെയാണ് ഈ ചരിത്ര അപനിർമ്മിതിയുടെ സങ്കേതങ്ങളെ വിദഗ്ധമായി കയ്യിലാക്കിയിട്ടുള്ള ആളുകൾക്ക് സാധിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഗ്ലോറിഫിക്കേഷൻ. യഥാർത്ഥത്തിൽ ആരായിരുന്നു ഈ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നുള്ള വിഷയം, അതും ഈ ഒരു വെബിനാറിന്റെ ഒരു പദ്ധതിയിൽ ചർച്ചയിൽ വരേണ്ടതാണ്. വിശദമായിട്ടുള്ള വായനകളും അതിന്റെ മുകളിലുള്ള വിശദീകരണങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകൾ പരിശോധിച്ചുകൊണ്ട് തന്നെ ആ കാര്യത്തിന്റെ മുകളിൽ വിശദീകരണങ്ങൾ ഉണ്ടാവേണ്ടതാണ്. അഞ്ചാമത്തെ സംഗതി, എങ്ങനെയാണ് ഈ മലബാറിലെ ഒരു
പുനരധിവാസം ഉണ്ടായത്. 22 ജനുവരിയിൽ കലാപം അവസാനിച്ചതിന് ശേഷം പിന്നീട് എങ്ങനെയാണ് മലബാറിലെ ഹിന്ദുക്കള് ഈ മുറിച്ചിട്ടടത്തുനിന്ന് മുറി കൂടിയിട്ട് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്നത്? എന്തായിരുന്നു മലബാറിലുള്ള ആ കാര്യത്തിൽ മലബാറിലെ ഹിന്ദു സമാജം ഒറ്റക്കെട്ടായി കൂട്ടായി എടുത്തിട്ടുള്ള ഒരു പരിശ്രമം എന്താണ്? എങ്ങനെയാണ് ഈ മതം മാറിപ്പോയിട്ടുള്ള ആളുകളെ മടക്കി കൊണ്ടുവരികയും അതേപോലെ തന്നെ എല്ലാം നഷ്ടപ്പെട്ടവരെ സമാജം അവരുടെ പൊതു ആയിട്ട് ഏറ്റെടുക്കുകയും സമാജത്തിന്റെ വിഭവങ്ങളെല്ലാം പൊതുവിഭവങ്ങളാക്കി മാറ്റി അവരെ എല്ലാം ഉൾക്കൊള്ളുകയും അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടിടത്തുന്ന ഒരു ജനത എങ്ങനെയാണ് ഇന്ന് നിവർന്നു നിന്ന് ആ കലാപത്തെ എതിർക്കാനും അതിനെ മഹത്വവൽക്കരിക്കുന്നവർക്കെതിരെ വിരൽ ചൂണ്ടി സംസാരിക്കാനും ശേഷിയുള്ള ആർജവമുള്ള ഒരു ജനതയായി മാറി വന്നത് എന്നുള്ള ആ മലബാറിലെ പുനരധിവാസത്തിന്റെ റിഹാബിലിറ്റേഷൻ എന്നുള്ള എലമെന്റ്, കലാപാനന്തരം ഉണ്ടായിട്ടുള്ള മലബാറിലുള്ള സംഗതികൾ എന്താണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതാണ് 5ാമത്തെ വിഷയമായി ചിന്തിക്കേണ്ടത്. 6ാമത്തെ വിഷയം, ഇവിടെ ഇത്തരത്തിലൊരു കലാപം ഇന്ത്യയിൽ നടക്കുന്നതിന്റെ ഒരു ആഗോള പശ്ചാത്തലം എന്താണ്? ഇതിന്റെ ഒരു ഗ്ലോബൽ ആസ്പെക്ടുകൾ എന്തൊക്കെയാണ്? കൃത്യമായിട്ട് പറയാം, ഈ ഖിലാഫത്ത് എന്ന് പറയുന്ന സംഗതി ഉണ്ടാവുന്ന ഇന്ത്യക്ക് വേണ്ടിയിട്ടല്ല, തുർക്കിക്ക് വേണ്ടിയിട്ടാണ്. തുർക്കിയുടെ ആ ഒരു അവസ്ഥ, ഖലീഫയുടെ സ്ഥാനം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുന്നത് 1-ാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ്. 1914 മുതൽ 18 വരെ നീണ്ടു വന്നിട്ടുള്ള 1-ാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ്. ഇവിടെ ഉണ്ടായിട്ടുള്ള ഖിലാഫത്ത് പോലും 1915 ഒട്ടോമൻ പ്രഖ്യാപിച്ചിട്ടുള്ള ഒട്ടോമൻ ജിഹാദിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന സംഗതികളാണ്. അർമേനിയൻ ജിനോസൈഡിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന അതേ സ്വഭാവത്തിലുള്ള ഒരു വംശഹത്യയാണ്, അല്ലെങ്കിൽ സാരമാക്കി സ്ലോട്ടർ എന്നൊക്കെ പറയുന്ന സംഗതികളോട് എങ്ങനെയാണ് മലബാർ കലാപം ചേർന്ന് നിൽക്കുന്നത്? ആ കാലത്ത് ഓരോ പ്രധാനപ്പെട്ട ഈ 1-ാം ലോക മഹായുദ്ധത്തിലെ കക്ഷികളായിട്ടുള്ള രാജ്യങ്ങൾ എങ്ങനെയാണ് അതിന് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടുള്ള നിലപാടെടുത്തത്? ഇതിന്റെ ഒരു ആഗോള സാഹചര്യം എന്തായിരുന്നു? അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ മലബാർ കലാപത്തെ ഒരു ഐസൊലേഷനിൽ ഇന്ത്യയിലെ, കേരളത്തിലെ, മലബാറിലെ ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം നടന്നിട്ടുള്ള ഒരു കലാപമായിട്ട് കാണുന്നതിന് പകരം ഇതിന്റെ ഒരു ആഗോള മാനം എന്താണെന്ന് കൂടി ചിന്തിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതാണ് ഇതിന്റെ 6ാമത്തെ വശം. 7ാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള വശം, ഈ കലാപത്തെ കഴിഞ്ഞ 100 കൊല്ലത്തിനിടയിൽ ഇങ്ങനെയൊക്കെ ചിത്രീകരിച്ച് അതിന്റെ ഇരകളായിട്ടുള്ള ആളുകൾക്കിടയിൽ പോലും മലബാർ കലാപം വലിയൊരു സ്വാതന്ത്ര്യ വിപ്ലവമായിരുന്നു, അതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ വീരനായകന്മാരായിരുന്നു, അതിൽ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ പൂർവികര് വധം അർഹിച്ചിരുന്നവരായിരുന്നു, എന്തുകൊണ്ടും കൊല്ലപ്പെടേണ്ടവർ തന്നെയായിരുന്നു, അവരെ കൊന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ള നിലയിൽ ഒരു നരേറ്റീവ് സൃഷ്ടിച്ചെടുക്കാൻ ഈ ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അതിനെ മറികടക്കേണ്ടത്? എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇനി അങ്ങോട്ടുള്ള ചരിത്രം മലബാർ കലാപത്തെ വായിക്കേണ്ടത്? നമ്മൾ ഈ ഒരു സൈദ്ധാന്തിക യുദ്ധത്തെ ഏത് നിലയിലാണ് മുന്നോട്ട് കൊണ്ടുവരേണ്ടത്? സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള ഈ കാര്യത്തിലുള്ള കാഴ്ചപ്പാടിനെ മാറ്റിയെടുക്കാൻ വേണ്ടി അവര് ശരിയായിട്ടുള്ള വസ്തുതകൾ നൽകിക്കൊണ്ട് ശരിയായിട്ടുള്ള വീക്ഷണം പ്രദാനം ചെയ്തുകൊണ്ട് മലബാർ കലാപത്തെ അപലപിച്ചുകൊണ്ട് തന്നെയുള്ള അതിന്റെ യഥാർത്ഥ വായനയ്ക്ക് സമൂഹത്തെ എങ്ങനെയാണ് പ്രാപ്തരാക്കാൻ സാധിക്കുക? അക്കാര്യത്തിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഈ കലാപത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഭാവിയിലേക്കായി ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്താണ്? ഇത് 7ാമത്തെ വിഷയമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതെല്ലാം നമുക്ക് ഒരു സെഷന്റെയോ 2 സെഷന്റെയോ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട്, പ്രത്യേകിച്ച് 1 മണിക്കൂർ സമയത്തിനുള്ളിൽ സംസാരിക്കാൻ സാധിക്കില്ല. ഇത്രയും കാര്യങ്ങൾ ഒരേ ദിവസം കേട്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് അത് മുഴുവൻ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. പറയുന്ന ആൾക്ക് അത്രയും നേരം സംസാരിക്കാൻ ചിലപ്പോൾ കായികമായിട്ട് സാധിച്ചോളൊന്നുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇതിനെ പല ഘട്ടങ്ങളായിട്ട് പിരിച്ച് 4 ഘട്ടത്തിൽ ഇത് പറയാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. 4 വട്ടം കൊണ്ട് ഇത് ഒരുപക്ഷെ നടന്നിട്ടില്ലെങ്കിൽ 5ാമത്തെയോ 6ാമത്തെയോ ഘട്ടങ്ങളായിട്ട്, കാരണം ഇതൊരു ദിവസം കൊണ്ട് തീരുന്ന ഒരു പ്രശ്നമൊന്നുമല്ല. ഇത് നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു വലിയ സമരമാണ്. ഇതിനി അങ്ങോട്ടുള്ള ഇപ്പൊ 2021 മലബാർ കലാപത്തിന്റെ 100ാം വാർഷികം എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങളായി പ്ലാൻ ചെയ്ത് പദ്ധതിയിട്ട് ചിട്ടപ്പെടുത്തി കൊണ്ടുവരുന്ന ഒരു വലിയ പദ്ധതിയാണ്. അപ്പൊ അതിനെ മറികടക്കുക എന്നുള്ളത് വളരെ ഷോർട്ട് ടേം ആയിട്ടുള്ള, അതിനെതിരെ ഒരു ലേഖനം എഴുതുക, അല്ലെങ്കിൽ ഒരു ലൈവ് വീഡിയോ ചെയ്യുക, ഒരു വെബിനാർ നടത്തുക, അങ്ങനെ ചെറിയ ചെറിയ മറുപടികളിലൂടെ, ചെറിയ ചെറിയ ഇടപെടലുകളിലൂടെ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന വിഷയമല്ല. അതൊരു ലോങ് ടേം ബാറ്റിലാണ്. അത് നമ്മൾ വളരെ ഗൗരവമായും സജീവമായിട്ടും ഏറ്റെടുക്കണം. കാരണം അത് ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഐസൊലേഷനിൽ നിൽക്കുന്ന സംഭവമല്ല. ഈ മലബാർ കലാപത്തെ മഹത്വവൽക്കരിക്കുക എന്നുള്ളത് പോലും വലിയ വിശാലമായിട്ടുള്ള മറ്റ് പല മത അജണ്ടകളുടെയും ഭാഗമായിട്ട് വരുന്ന, അതിന് ഗുണപരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന, അതിന് ഇന്ധനമായിട്ട് വർത്തിക്കുന്ന ഒരു ചെറു അജണ്ടയാണ്. അപ്പൊ അതിനെ അതിജീവിക്കുക, അതിനെ മറികടക്കുക എന്നുള്ളത് ഈ വലിയ അജണ്ടകളെ കൂടി മറികടക്കുന്നതിലേക്ക് സ്വയം സജ്ജരാകുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ
നമുക്ക് ഈ വിഷയം സജീവമായിട്ടും നിരന്തരമായിട്ടും ദീർഘമായിട്ടും തന്നെ സംസാരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 4 വെബിനാറുകളുടെ പരിമിതിക്കുള്ളിൽ നമുക്ക് ഈ വിഷയങ്ങൾ മുഴുവൻ സംസാരിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും നമുക്ക് അതിനായിട്ട് ധാരാളം സമയമുണ്ട്. ഇനിയുള്ള സമയം മുഴുവൻ ഒരു പക്ഷെ ഇതിനു വേണ്ടി തന്നെയുള്ള സമയമാണ് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി ആണ് നമ്മൾ ഇതിലേക്ക് കടക്കുന്നത്. അപ്പൊ ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു അവതരണത്തിന്റെ സമയപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഈ കലാപത്തിന്റെ ഒരു മുന്നൊരുക്കം എന്നുള്ള വിഷയത്തിലേക്കാണ്. എങ്ങനെയാണ് 1921 ഇത്ര വലിയൊരു കലാപം നടത്താനുള്ള ഒരു സാഹചര്യം മലബാറിൽ ഉണ്ടാവുന്നത്? എന്താണ് ഈ കലാപത്തിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം? എന്താണ് ഇതിന്റെ ഒരു ബാക്ക് സ്റ്റോറി, അല്ലെങ്കിൽ ഇതിന്റെ ഒരു പഴയ കഥ എന്താണ്? എവിടെ നിന്നാണ് ഈ മലബാറിലെ ഹിന്ദു മുസ്ലിം സംഘർഷങ്ങളുടെ സംഘടനകളുടെ ചരിത്രം ആരംഭിക്കുന്നത് എന്നുള്ളിടത്തുനിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. അങ്ങനെ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്ന വിഷയം, ഇത് 1921 പെട്ടെന്ന് എന്തെങ്കിലും ഒരു ജന്മി കുടിയാൻ പ്രശ്നത്തിന്റെ മേലെയോ അല്ലെങ്കിൽ ജന്മികൾ കുടിയാന്മാരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാർഷിക വ്യഥകളുടെ പേരിലോ, അതല്ലെങ്കിൽ 1914 തൊട്ട് 18 വരെ നീണ്ടു നിന്നിട്ടുള്ള 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം തുർക്കിയിലെ ഖലീഫ സ്ഥാനഭ്രഷ്ടനായതിന്റെ വൈകാരികാവേശത്തിൽ ഉണ്ടായിട്ടുള്ള പെട്ടെന്നൊരു സംഗതിയോ ഒന്നും അല്ല. ഇത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പിന്തുടർച്ചയുള്ള നിരന്തരമായിട്ട് ആവർത്തിച്ചു വന്നിരുന്ന ഒരു കലാപക്കൂട്ടത്തിന്റെ അവസാന കലാപമാണ്. അനവധി കലാപങ്ങളുടെ അവസാന കലാപം അല്ലെങ്കിൽ അതിന്റെ കൊട്ടിക്കലാശാണ് എന്നുള്ള നിലയിൽ നമ്മളിത് കാണേണ്ടി വരും. ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് 1507 മുതൽ 1600 വരെ ഉണ്ടായിരുന്ന ഈ ഒരു മലബാറിലുള്ള മുസ്ലിം ഡോമിനേഷന്റെ അല്ലെങ്കിൽ അഗ്രഷന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ തുടങ്ങേണ്ടത് കുഞ്ഞാലി മരക്കാന്മാരിൽ നിന്നാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത് അന്ന് മുതൽ തുടങ്ങുന്ന ഒരു വിഷയമാണത്. ഈ കുഞ്ഞാലി മരക്കാന്മാർ ഇപ്പൊ ചരിത്രത്തിൽ ഇതേപോലെ ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്ന വലിയ ദേശസ്നേഹികളും മറ്റേ പോർച്ചുഗീസുകാർക്കെതിരെ പോരാടി അവസാനം ഹിന്ദു രാജാവായിട്ടുള്ള സാമൂതിരിയുടെ ചതിയിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ഒരു വീരനായകനൊക്കെ ആയിട്ടാണ്. ഇപ്പൊ വാര്യകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ സിനിമ എടുക്കുന്നു പറയുമ്പോൾ വല്ലാണ്ട് നമുക്ക് വിഷമം തോന്നുകയും, എന്നാൽ കുഞ്ഞാലി മരക്കാർ അതിനേക്കാൾ വലിയ സ്കെയിലിൽ വലിയ നടന്മാരെ ഉപയോഗിച്ചുകൊണ്ട് സിനിമ എടുക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മലബാർ കലാപത്തെ പറ്റി അറിയുന്നത്ര പോലും നമുക്ക് ഈ കുഞ്ഞാലി മരക്കാരെ പറ്റി അറിയില്ല എന്നുള്ളതുകൊണ്ടാണ്. അതറിയുമെങ്കിൽ ഒരു പക്ഷെ നമുക്ക് അതിനേക്കാൾ വലിയ പ്രശ്നം ഈ കുഞ്ഞാലി മരക്കാർ എന്നുള്ള സിനിമയുടെ മൂലം ഉണ്ടാവുമായിരുന്നു. കാരണം എന്താണ്, കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്ന ഒരു പേരല്ല, ഒരു വ്യക്തിയല്ല, അതൊരു സ്ഥാനപ്പേരാണ്, ഒരു ടൈറ്റിലാണ്. 1507 മുതൽ 1600 വരെ ഉണ്ടായിരുന്ന സാമൂതിരിയുടെ കപ്പൽപ്പടയുടെ നേവൽ ഫ്ലീറ്റിന്റെ അഡ്മിറൽ ആയിരുന്ന ആളുടെ നാവിക തലവൻ ആയിട്ടുള്ള ആളുടെ സ്ഥാനപ്പേരാണ് കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത്. അത്തരത്തിൽ 4 കുഞ്ഞാലി മരക്കാർമാർ 1500 മുതൽ 1600 വരെ ഉള്ള കാലഘട്ടത്തിൽ 4 കുഞ്ഞാലി മരക്കാർമാർ ഉണ്ടായിട്ടുണ്ട്. അതിൽ 4ാമത്തെ കുഞ്ഞാലി മരക്കാർ, കുഞ്ഞാലി ദ ഫോർത്ത് എന്ന് വിളിക്കുന്ന ആളാണ് എന്താണ് ഈ പറയുന്ന പോലെ സാമൂതിരിയുമായി തന്നെ യുദ്ധത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും അതിന്റെ പേരിൽ സാമൂതിരിയാൽ വധിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതിന്റെ പശ്ചാത്തലം എന്താ, 1500-കളിൽ പോർച്ചുഗീസുകാര് കൊച്ചി ആക്രമിച്ചപ്പോ കൊച്ചിയിൽ നിന്ന് പലായനം ചെയ്തു വന്നിട്ടുള്ള ഒരു വിഭാഗമാണ് ഈ മരക്കാന്മാർ എന്ന് പറയുന്ന വിഭാഗം. ഈ മാപ്പിള എന്ന് പറയുന്നുണ്ടല്ലോ, മാപ്പിള കലാപത്തിൽ നമ്മൾ മാപ്പിള എന്ന് പറയുന്ന സംഭവം എന്താണ്? ഈ മാപ്പിള എന്നുള്ള വാക്ക് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, മറ്റൊരു ദേശത്ത് നിന്ന്, അന്യദേശത്ത് നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വിരുന്നുകാരായി കടന്നു വന്നിട്ടുള്ള ആളുകളാണ്. ഈ പ്രദേശത്ത് തന്നെ ജനിച്ച് ജീവിച്ചിട്ടുള്ള ആളുകളല്ല, മറ്റൊരു ദേശത്ത് നിന്ന് ഇങ്ങോട്ട് കടന്നു വന്നിട്ടുള്ള, കുടിയേറി വന്നിട്ടുള്ള ആളുകളെയാണ് മാപ്പിള എന്നുള്ള പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാപ്പിള എന്ന് പറയുന്നത് മുസ്ലിം മാപ്പിള മാത്രമല്ല, ജൂത മാപ്പിളയുണ്ട്, നസ്രാണി മാപ്പിളയുണ്ട്, മുസ്ലിം മാപ്പിളയുണ്ട്. അതായത് ജൂത മാപ്പിള എന്ന് പറയുന്നത് ജ്യൂസ് ആയിട്ടുള്ള ആളുകൾ, ജൂഡായിസം എന്ന് പറയുന്ന മതം ഫോളോ ചെയ്യുന്ന ആളുകൾ ഇവിടെ വന്നവരെയാണ് ജൂതമാപ്പിള എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ ക്രിസ്ത്യൻ മതം ഫോളോ ചെയ്യുന്ന ആളുകൾ, ഇങ്ങോട്ട് വന്നിട്ടുള്ള ആളുകളെയാണ് നസ്രാണി മാപ്പിള അല്ലെങ്കിൽ ക്രിസ്ത്യൻ മാപ്പിള എന്ന് വിളിക്കുന്നത്. എടോ മാപ്പിള എന്നൊക്കെയുള്ള പ്രയോഗം നമ്മൾ സിനിമകളിലും ഇതിലൊക്കെ ഉദാഹരണം കണ്ടിട്ടുണ്ടാവുമല്ലോ. അതേപോലെ ഇങ്ങനെ വന്നിട്ടുള്ള മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകളാണ് മലബാർ പ്രദേശത്ത് കാണുന്ന മാപ്പിള. മാപ്പിള എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ മരുമകൻ, വിരുന്നുകാരൻ എന്നൊക്കെയാണ്. മരുമകൻ എന്ന് പറയുന്നത് വിരുന്നുകാരനായിട്ട് മറ്റൊരു വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരാളാണല്ലോ. തമിഴ്നാട്ടിലൊക്കെ ഇപ്പോൾ ആ ഒരു പ്രയോഗം ഉണ്ട്, മാപ്പിള എന്ന് വിളിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. അപ്പൊ ഇത്തരത്തിൽ പുറമെ നിന്ന് വന്നിട്ടുള്ള ഒരു പ്രത്യേക മുസ്ലിം വിഭാഗമാണ് മലബാറിലെ മാപ്പിള എന്ന് പറയുന്നത്. ഇവരുടെ ഒറിജിനൽ ട്രേസ് നമ്മൾ പിന്തുടരുകയാണെങ്കിൽ നമ്മൾ എത്തുന്ന 2 ആളുകളിലേക്കാണ്. ഒന്ന്, വ്യാപാരത്തിനായിട്ട് അറേബ്യയിൽ നിന്ന് വ്യാപാരത്തിനായിട്ട് കേരളത്തിലേക്ക് വന്നിട്ടുള്ള അറബ് മെർച്ചൻസ് ആണ് അതിലെ ഒരു വിഭാഗം. രണ്ടാമത്തെ എന്താ പറയാ, ഓട്ടോമൻ പൈറേറ്റ്സ് എന്ന് വിളിക്കുന്ന കടൽ കൊള്ളക്കാരായിട്ടുള്ള ഒരു വിഭാഗമുണ്ട്. അവരെ മുഗൾ പൈറേറ്റ്സ് എന്നും ഓട്ടോമൻ പൈറേറ്റ്സ് എന്നും ഒക്കെ വിളിക്കും. ഇവര്
പേര് സൂചിപ്പിക്കുന്നത് പോലെ കടൽ കൊള്ളക്കാരാണ്. പോർച്ചുഗീസ് കപ്പലുകളെയാണ് ഇവർ പ്രധാനമായിട്ടും കൊള്ളയടിച്ചിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇവർ പല സ്ഥലങ്ങളിലും കപ്പലുകളിൽ ദേശാന്തര യാത്രകൾ നടത്താറുണ്ട്. അവർക്ക് അനുകൂലമായിട്ടുള്ള സ്ഥലങ്ങൾ കിട്ടുമ്പോൾ അവിടെ വന്ന് കുടിയേറി പാർക്കുകയും അവിടെയുള്ള ആളുകളെ വിവാഹം കഴിക്കുകയും അതിലുണ്ടാവുന്ന മക്കളെ അങ്ങനെ വളർത്തിയിട്ട് അവിടെ ഒരു പുതിയ തലമുറ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഓട്ടോമൻ പൈറേറ്റ്സിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള പൈറേറ്റ് ഈ കടൽ കൊള്ളക്കാരുടെ ഒരു പിന്തലമുറയിൽ വരുന്ന ആളുകളാണ് ഇവര്. ഈ 500കളിൽ പോർച്ചുഗീസുകാർ കൊച്ചി ആക്രമിച്ചപ്പോൾ കൊച്ചിയിൽ നിന്ന് ജീവഭയം കൊണ്ട് ഇവിടേക്ക് ഓടി വന്നവരാണ്. എങ്ങോട്ട്? കോഴിക്കോട്ടേക്ക് ഓടി വന്ന് സാമൂതിരിയുടെ ആശ്രിതരായി മാറുകയാണ് ചെയ്തത്. അതിനുശേഷം ഇവർക്ക് ഈ കടലിലുള്ള ഈ നേവൽ അഭ്യാസം, നാവികാഭ്യാസത്തിലുള്ള ഇവരുടെ മിടുക്ക്, അപ്പൊ ഇവരുടെ ചരിത്രമൊക്കെ പറയുന്ന കൃതികളിൽ നമുക്കൊരു സെഷനായിട്ട് പിന്നെ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ കമന്റ് ആയിട്ട് വേണമെങ്കിൽ ഈ വിഷയത്തിൽ വേണ്ട വായിക്കേണ്ട പുസ്തകങ്ങളുടെ റെഫറൻസുകൾ, ഏതൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ പുസ്തകങ്ങളിലാണ് ഉണ്ടാവുക എന്നുള്ളത്, നിർബന്ധമായിട്ട് വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. ഇത് ഓരോന്ന് പറയുമ്പോൾ അതിന്റെ പുസ്തകം പറഞ്ഞു പോകുമ്പോൾ സമയം എടുക്കണ്ടാച്ചിട്ടാ. അപ്പോ ഇതെന്താ പറയാ, ഇവരിങ്ങനെ കോഴിക്കോട്ടേക്ക് വന്നു. അതിനുശേഷം ഇവരുടെ ഈ ഈ കടലിലുള്ള ഇവരുടെ ഒരു അഭ്യാസ മികവും, ഇവർക്ക് ഈ കടലിൽ നിരന്തരമായിട്ട് കടലിൽ തന്നെ ജീവിക്കുന്ന, കടലിൽ നിന്ന് തന്നെ ഉപജീവന മാർഗം കണ്ടെത്തുന്ന കടൽ അഭ്യാസത്തിൽ, കടൽ പോരിൽ വലിയ വൈദഗ്ധ്യമുള്ള, പാരമ്പര്യമുള്ള, പരിശീലനം സിദ്ധിച്ചിട്ടുള്ളവരായിട്ടുള്ള ആളുകളായതുകൊണ്ട് ഇവരെ നാവികസേനയിലേക്ക് നിയോഗിച്ചു. ഇവരുടെ ഒരു വൈദഗ്ധ്യം കാരണം ക്രമേണ ഈ കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്ന ഒരു പദവിയോടുകൂടി ഇവർ നാവികസേനയുടെ തലവന്മാരായി. ശ്രദ്ധിക്കണം, 1650 ആയപ്പോഴേക്കും ഇവരുടെ ഈ ഒരു നാവികസേന പൂർണ്ണമായിട്ടും ഇവരുടെ നിയന്ത്രണത്തിലായിരുന്നു എന്ന് മാത്രമല്ല, സാമൂതിരി 1650 ഒരു കൽപ്പന പുറപ്പെടുവിച്ചിരുന്നു, എല്ലാ ഹിന്ദു കുടുംബത്തിലെയും ഒരംഗത്തെ മാപ്പിളയായിട്ട് വളർത്തുന്നത്. അങ്ങനെ ഓരോ ഹിന്ദു കുടുംബത്തിലെയും ഒരംഗത്തെ മാപ്പിളയാക്കി വളർത്തി ആ മാപ്പിളമാർക്ക് ഇവര് പ്രത്യേകമായിട്ടുള്ള പരിശീലനം, ഈ നേവൽ അഭ്യാസമൊക്കെ നടത്താനുള്ള പരിശീലനം കൊടുത്ത് അങ്ങനെയാണ് 1680 സാമൂതിരിയുടെ കപ്പൽപ്പട മുഴുവൻ മാപ്പിളമാര് മാത്രമായി. മാപ്പിളമാരല്ലാതെ വേറെ ആരും ആ പടയിൽ ഇല്ലാണ്ടായി. ക്രമേണ സ്വാഭാവികമായിട്ട് എന്താ സംഭവിച്ചത്, 1690 ആയപ്പോഴേക്കും 1590 കേട്ടോ, 1590 ആയപ്പോഴേക്കും നാലാമത്തെ കുഞ്ഞാലി മരക്കാര് ഈ നാവികസേനയെ വെച്ചുകൊണ്ട് തന്നെ, അതായത് സാമൂതിരി ഓരോ ഹിന്ദു കുടുംബത്തിലെയും ഒരംഗത്തെ മാപ്പിളയായി വളർത്താൻ കൽപ്പിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് രൂപീകരിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഈ മാപ്പിളപ്പട തന്നെ, ഈ കുഞ്ഞാലി മരക്കാരുടെ നേതൃത്വമുള്ള മാപ്പിളപ്പട തന്നെ സാമൂതിരിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും മാപ്പിള രാജ്യം പ്രഖ്യാപിക്കുകയും കുഞ്ഞാലി മരക്കാരെ മാപ്പിള രാജ്യത്തിന്റെ രാജാവായി പ്രഖ്യാപിക്കുകയും ചെയ്തു. കിങ് ഓഫ് മുസ്ലിംസ് എന്നാണ് ആ പുസ്തകത്തിൽ അതിനെപ്പറ്റി പറയുന്നത്, അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ചരിത്ര പുസ്തകങ്ങളിലൊക്കെ അയാളുടെ ടൈറ്റിൽ പറയുന്നത് കിങ് ഓഫ് മാപ്പിളാസ് എന്നാണ്, മാപ്പിളമാരുടെ രാജാവായിട്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ കടത്തനാട് ഉള്ള കോട്ടയൊക്കെ പിടിച്ചെടുക്കലും സാമൂതിരിക്കെതിരെ യുദ്ധം ചെയ്യുകയും ചെയ്തു. അവസാനം 1598 പോർച്ചുഗീസുകാരുടെ സഹായത്തോടു കൂടി ഈ എന്താ പറയാ സാമൂതിരിക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ട് മാപ്പിള രാജ്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഈ കുഞ്ഞാലി മരക്കാരെ സാമൂതിരി പിടികൂടുകയും 1600 വധിച്ചു കളയുകയാണ് ചെയ്തത്. അപ്പൊ അവിടെ നിന്ന് തൊട്ട് ഈ ചരിത്രമുണ്ട്. എങ്ങനെ സംഘടിച്ചു കഴിഞ്ഞാൽ മറ്റെല്ലാ സമയത്തും വളരെ വിധേയരായിട്ടും വളരെ ലോയലായിട്ടും നിൽക്കുകയും, എന്നാൽ സംഘടിക്കുകയും സംഘബലം കൊണ്ട് ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ മറ്റവരെ എന്താ പറയാ ഒരു മതരാജ്യം പ്രഖ്യാപിക്കുകയും അതിന്റെ രാജാവായി സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഈ മലബാറിലെ ഈ മാപ്പിള രാജ്യസ്ഥാപനത്തിന്റെ ചരിത്രം യഥാർത്ഥത്തിൽ കുഞ്ഞാലി മരക്കാർ നാലാമനിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിനുശേഷം 1766 ഹൈദരാലിയുടെ പടയോട്ടം, അതേപോലെ തന്നെ 1788 മുതൽ 1792 വരെ നടന്നിട്ടുള്ള ടിപ്പുവിന്റെ പടയോട്ടം, ഈ രണ്ട് സംഭവങ്ങളാണ് മലബാറിലെ ഡെമോഗ്രഫിയെ എന്നേക്കുമായി ബാധിച്ചത്. അതായത് ഒരു സ്ഥിരമായിട്ടുള്ള സ്വഭാവത്തോടു കൂടി മലബാറിലെ അതുവരെ ഉണ്ടായിരുന്ന സാമൂഹിക സാഹചര്യത്തെ എന്നേക്കുമായിട്ട് അട്ടിമറിക്കുകയും ചെയ്യുന്നത്. അത് പറയുമ്പോൾ നമ്മൾ വേറൊരു കാര്യം കാണണം. കേരളത്തിൽ ആദ്യത്തെ മുസ്ലിം രാജവംശം ഉണ്ടാകുന്നത് ചിറക്കൽ രാജവംശം, അറക്കൽ രാജവംശമാണ്. അറക്കൽ ബീവി എന്നറിയാലോ, ആ കുടുംബത്തിലെ സ്ത്രീനെയാണ് അറക്കൽ ബീവി എന്ന് വിളിക്കുക. ആ കുടുംബത്തിലെ പുരുഷനാണ് രാജാസ്ഥാനമായുള്ള ആലി രാജ എന്നാണ് വിളിക്കുക, ടൈറ്റിലാണ്. അതായത് യഥാർത്ഥത്തിൽ അന്ന് കേരളത്തിൽ ഈ മലബാറിൽ 4 നാട്ടുരാജ്യങ്ങളാണുള്ളത്. ഈ ചിറക്കൽ കോവിലകം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവർ ഭരിക്കുന്ന കോലത്തുനാട് ഭരിക്കുന്ന കോലത്തിരി, അതേപോലെ തന്നെ കോട്ടയം രാജ, കോഴിക്കോട് ഭരിക്കുന്ന സാമൂതിരി, പിന്നെ കടത്തനാട്ട് രാജ, അങ്ങനെയുള്ള ആളുകളാണുള്ളത്. ഇതിലെ ഈ ചിറക്കൽ രാജവംശത്തിൽ, അതായത് കോലത്തിരിയുടെ വംശത്തിലെ ഒരു മുസ്ലിം ഒരു പെൺകുട്ടി ഒരു അറബ് വ്യാപാരിയെ കല്യാണം കഴിച്ചതിന്റെ ഭാഗമായിട്ട് മതം മാറി ഇസ്ലാമായിട്ടാണ്, ആയിഷ ബീവി ആയിട്ടാണ് ഈ
അറക്കൽ രാജവംശം സ്ഥാപിക്കുന്നത്. അതായത് ചെറക്കൽ രാജവംശത്തിന്റെ സഹോദര രാജവംശമാണ്. അവിടെ നിന്നുള്ള ഒരു രാജകുമാരി മുസ്ലിമായി മതം മാറിയിട്ട് അവര് ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനമാണ്. വളരെ ലോക്യത്തിൽ തന്നെയാണ് കഴിഞ്ഞിരുന്നത്. മാത്രമല്ല മാതൃദായ ക്രമമാണ്, മാട്രിയാർക്കൽ. ഈ ഹിന്ദു ഈ രാജകുടുംബങ്ങളൊക്കെ പിന്തുടരുന്ന ഈ മരുമക്കത്തായം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. മുസ്ലിം മതത്തിൽ സാറിന് മരുമക്കത്തായ ഇല്ല, മക്കത്തായാണ്. എന്നാൽ ഈ അറക്കൽ രാജവംശം അവർ മരുമക്കത്തായാണ് ഫോളോ ചെയ്യുന്നത്, മാട്രിലിയൽ സൊസൈറ്റിയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഈ അറക്കൽ കൊട്ടാരത്തിലുള്ള ആലിരാജയാണ് ഹൈദരാലിയെ കേരളം ആക്രമിച്ച് പിടിച്ചെടുക്കാൻ വേണ്ടി കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നത്. അതായത് തന്റെ ബന്ധുവായിട്ടുള്ള ചെറക്കൽ ഇവരെക്കാളും ഇയാൾക്ക് താല്പര്യം ഉണ്ടായിരുന്നത് മൈസൂര് ഭരിക്കുന്ന ഹൈദരാലിയോടായിരുന്നു. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം കൃത്യമായിട്ട് മതമാണ്. അപ്പോ ബ്ലഡ് ഇസ് തിക്കർ ദാൻ വാട്ടർ എന്നുള്ള സംവിധാനമൊക്കെ പൊളിയുന്നത് ഇത്തരത്തിലുള്ള ചില മതവികാരങ്ങൾ കാണുമ്പോഴാണ്. അവർക്ക് അവരുടെ സഹോദര രാജവംശമായിട്ടുള്ള ചെറക്കലിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കേരളത്തിലെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ വേണ്ടി 1766 ഹൈദരാലിയെ ക്ഷണിച്ചു വരുത്തുകയാണ് ആലിരാജ, അറക്കൽ ആലിരാജ. അങ്ങനെ ഹൈദരാലി കേരളം ആക്രമിക്കുന്നു. അന്ന് കേരളമല്ല, അന്ന് ഈ പറയുന്ന പോലെ എന്തുകൊണ്ടാണ് ഇത് മലബാർ കലാപം എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ ഹിന്ദുക്കളെയും ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് ചോദിക്കാറുണ്ട്. രണ്ട് കാരണം കൊണ്ടാണുള്ളത്. ഒന്ന്, അന്ന് മലബാറാണ്. അന്ന് കേരളം മൂന്നായി കിടക്കുകയാണ്, തിരുവിതാംകൂറും തിരുക്കൊച്ചിയും. മലബാർ എന്ന് പറയുന്നത് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമാണ്. അപ്പോൾ അന്ന് വേറെ നാട് തന്നെയാണ്. അത് മാത്രമല്ല, മലബാർ കലാപത്തെ ആ ഒരു അർത്ഥത്തിൽ ഇത് ഒരു ഹിന്ദു സമാജത്തിന്റെ പൊതുവായിട്ടുള്ള പ്രശ്നമാണ് എന്നുള്ള നിലയ്ക്ക് ഐക്യകേരളം മൊത്തത്തിൽ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിരാശാജനകമായിട്ടുള്ള ഒരു ഉത്തരമാണ് കിട്ടുക. ഇല്ല എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് കിട്ടുക. അതൊരു വലിയ മറ്റ് തിരുവിതാംകൂറിനെയോ തിരുക്കൊച്ചിനെയോ വളരെ വൈകാരികമായിട്ടുള്ള ബാധിച്ചിട്ടുള്ള ഒരു പ്രശ്നമല്ല. അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങളും പഠനങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. ആ കാര്യത്തിൽ അത്രയും ഒരു എന്താ പറയാ ഒരു ആത്മാർത്ഥതയുള്ള സമീപനം ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപം ഒരു പക്ഷേ മലബാറിലുള്ള ആളുകൾക്ക് ഉണ്ടാവുന്നതുകൊണ്ടായിരിക്കും അവരിപ്പോൾ അതിലെ മലബാർ കലാപം എന്നുള്ളത് തന്നെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഒരു കേരള ഹിന്ദു വംശഹത്യയാണ്, അതല്ലാണ്ട് മലബാറിൽ മാത്രമുള്ള ഒരു വംശഹത്യ അല്ല. അതൊരു കേരളത്തിലെ മുഴുവൻ ഹിന്ദുവിന്റെയും ഒരു പ്രശ്നമായി തന്നെ കാണേണ്ട ഒരു വിഷയമാണ്. എന്തായാലും ഈ പറയുന്ന ഈ ഹൈദരാലി കേരളം അല്ലെങ്കിൽ അന്ന് ചെറുക്കൽ ആക്രമിക്കുമ്പോൾ, കോലത്തുനാട് ആക്രമിക്കുമ്പോൾ, കോലത്തിരിയുടെ കോട്ടയെ ആക്രമിച്ചപ്പോ മലബാറും എന്താ പറയാ മലബാർ മാനുവലിൽ വില്യം ലോഗൻ പറയുന്നുണ്ട്, ഹൈദരാലി വരുത്തിയിട്ടുള്ള നാശനഷ്ടങ്ങളെക്കാൾ കൂടുതൽ നാശനഷ്ടങ്ങളാണ് അറക്കൽ ആലിരാജയുടെ നേതൃത്വത്തിൽ അവിടെ നടന്നു. ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നു. അതേപോലെ തന്നെ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാക്കി. ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചു. അങ്ങനെ 76 തൊട്ട് ഹൈദരാലിയുടെ നേതൃത്വത്തിലുള്ള പടയോട്ടങ്ങളിൽ മലബാറിലെ വലിയൊരു പ്രദേശത്തെ മുഴുവൻ മതപരിവർത്തനത്തിന് വിധേയരാക്കി, നിർബന്ധ മതപരിവർത്തനത്തിന് വിധേയരാക്കുകയും ക്ഷേത്രങ്ങൾ തകർക്കുകയും അതേപോലെ തന്നെ ഹിന്ദുക്കളെ കൊന്നൊടുക്കുകയും ഹിന്ദു രാജാക്കന്മാരെ ഇല്ലാതെയാക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം ഇതിന്റെ ഒരു തുടർച്ചയാണ് 1788 തൊട്ട് 1792 വരെ നടക്കുന്ന ടിപ്പുവിന്റെ പടയോട്ടം. ടിപ്പുവിന്റെ പടയോട്ടം ഇതിനേക്കാൾ ക്രൂരമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള ചരിത്രത്തിന്റെ ആവർത്തനമാണ്. ഹൈദരാലി നടത്തിയിട്ടുള്ള പടയോട്ടത്തെക്കാളും വളരെ രക്തരൂക്ഷിതമായിട്ടുള്ള ഒരു എന്താ പറയുക ഇൻവേഷനാണ് ടിപ്പുവിന്റെ നേതൃത്വത്തിൽ ഉണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ ടിപ്പുവിന്റെ പടയോട്ടത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളാണ് പിന്നീട് ഹാലിളക്കങ്ങൾക്ക് വഴിവെക്കുന്നതും ഈ ഹാലിളക്കങ്ങളാണ് മലബാർ കലാപമായി പരിണമിക്കുന്നതും 21 മലബാർ കലാപമായി പരിണമിക്കുന്നു. എന്താ സംഭവിച്ചത്? ടിപ്പുവിന്റെ പടയോട്ടത്തിൽ ടിപ്പു ഹൈദരാലിയേക്കാൾ ക്രൂരനായിരുന്നു. ഹൈദരാലിക്ക് എന്താ വെച്ചാൽ ധനമായിരുന്നു പ്രധാനപ്പെട്ട താല്പര്യം. പക്ഷെ ടിപ്പുവിന് ധനത്തെക്കാൾ കൂടുതൽ മതമായിരുന്നു പ്രശ്നം. ടിപ്പുവിന് കൃത്യം ഒരു മതവെറിയോടുകൂടിയാണ് ടിപ്പു ഈ കാര്യത്തെ സമീപിച്ചിരുന്നത്. അതുകൊണ്ടാണ് തനിക്കെതിരെ യുദ്ധം ചെയ്തിരുന്ന 20,000-ഓളം ആളുകളെ ഇവിടുന്ന് നാട് കടത്തിയതും. ക്ഷേത്രങ്ങളാണ് പ്രധാനമായിട്ട് തകർത്തത്. ക്ഷേത്രങ്ങൾ തകർക്കുക, വിഗ്രഹങ്ങൾ തകർക്കുക, ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് ഗോവധം നടത്തുക, പശുക്കളെ അറക്കുക, എന്നിട്ട് അതിന്റെ എന്താ പറയാ ഈ വിഗ്രഹത്തില് ഈ കൊടൽമാലയും അതേപോലെ തന്നെ രക്തമൊക്കെ പുരട്ടുക, വിഗ്രഹങ്ങള് എടുത്തു വെച്ച് വീടുകളുടെയും മറ്റും ചവിട്ടുകല്ലാക്കി മാറ്റുക. ഇങ്ങനെ ഗുരുവായൂർ ക്ഷേത്രം ടിപ്പുവിന്റെ കാലത്ത് ആക്രമിക്കപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ വടക്കുനിന്ന് വരികയാണെങ്കിൽ 8,000 ക്ഷേത്രങ്ങളാണ് കേരളത്തിൽ ആകെ ടിപ്പുവിന്റെ പടയോട്ടത്തിൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. 8,000 ക്ഷേത്രങ്ങൾ. അതിൽ പലതും ഇപ്പൊ ആളുകൾ എന്താ പറയാ സ്വയം എന്താ പറയാ കാലത്തിന് ശേഷം അത് പരിഷ്കരിക്കുകയും പുനർനിർമ്മിക്കുകയും പുനരുദ്ധരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പല ക്ഷേത്രങ്ങളും ഇപ്പോഴും ആ ടിപ്പുവിന്റെ പടയോട്ടത്തിന്റെ അടയാളങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ട് അതേ മട്ടിൽ നിൽക്കുന്നുമുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ടിപ്പു നടത്തിയിട്ടുള്ള അക്രമങ്ങളുടെ അടയാളങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതേപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രം, മമ്മിയൂർ ക്ഷേത്രം, ഇതെല്ലാം ടിപ്പുവിന്റെ പടയോട്ടത്തിൽ ആക്രമിക്കപ്പെട്ടുള്ള ക്ഷേത്രങ്ങളാണ്. ഗുരുവായൂരപ്പന്റെ വിഗ്രഹം ടിപ്പു ആക്രമിച്ച് എന്താ പറയാ നഷ്ടപ്പെടുമെന്നുള്ള ഭയത്താൽ ഗുരുവായൂരിന്റെ മൂലവിഗ്രഹം മണ്ണിനടിയിൽ കുഴിച്ചിടുകയും അഭിഷേക വിഗ്രഹം ആലപ്പുഴയിലേക്ക്
അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. 1902 അതായത് 1798 ടിപ്പു മരിക്കുന്നത്. മരിച്ചതിന് ശേഷം 5 കൊല്ലത്തിന് ശേഷം 1803 ഗുരുവായൂരപ്പന്റെ വിഗ്രഹം അമ്പലപ്പുഴയിൽ നിന്ന് തിരിച്ച് ഗുരുവായൂരിലേക്ക് കൊണ്ടുവന്ന് പുനഃപ്രതിഷ്ഠയൊക്കെ നടത്തുന്നത്. അപ്പൊ അത്രയും ക്ഷേത്രധ്വംസനങ്ങൾ ഉണ്ടാവുന്ന ആ സമയത്താണ്. അതേപോലെ തന്നെ നിർബന്ധിത മതപരിവർത്തനങ്ങൾക്ക് വിധേയരാക്കിയിരുന്നു ആളുകളെ. അപ്പൊ ടിപ്പു അവിടെ ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ചാൽ, ടിപ്പുവിനെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതിരോധം തീർത്തിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് അന്നത്തെ നായർ സൈന്യമായിരുന്നു. അതുകൊണ്ട് ടിപ്പു ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി എന്താ വെച്ചാൽ, നായന്മാരെ കാസ്റ്റ് എന്നുള്ള നിലയിൽ അവരുടെ ഗ്രേഡ് താഴ്ത്തുക എന്നുള്ളതാണ്. ആ ഒരു സാമൂഹ്യ വ്യവസ്ഥ, സാമൂഹ്യ ശ്രേണിയിൽ അതുവരെ നായർ സമുദായത്തിന് ഉണ്ടായിരുന്ന ഒരു ഗ്രേഡ് ടിപ്പു ഇല്ലെന്ന് പ്രഖ്യാപിച്ചു. ഇത് പൂർണ്ണമായിട്ട് മൈസൂരിന്റെ ഭരണത്തിന് കീഴിലായിരുന്നു. മൈസൂർ എന്ന് പറയുന്ന ആസ്ഥാനമാക്കി ഭരിക്കുന്ന രാജവംശത്തിന് കീഴിലാണ് മലബാർ. അതൊരു അംഗീകൃത വസ്തുതയാണ്. 1798 ടിപ്പുവും ബ്രിട്ടീഷുകാരും തമ്മിൽ മൂന്നാം ആംഗ്ലോ മൈസൂർ വാറിന് ശേഷം ടിപ്പു ശ്രീരംഗപട്ടണത്ത് വെച്ച് ബ്രിട്ടീഷുകാരുമായിട്ട് ഏർപ്പെട്ടിട്ടുള്ള ഉടമ്പടിയിലൂടെയാണ് മൈസൂര് മലബാറിന്റെ ഭരണം ഒഴിയുന്നത്. മലബാർ പ്രദേശത്ത് ടിപ്പുവിന്റെ ക്ലെയിം അവസാനിപ്പിക്കുന്നത്. അതുവരെ എന്താണ് 1788-92 കാലഘട്ടത്തിൽ മലബാർ പിടിച്ചെടുക്കുകയും കോഴിക്കോടിന്റെ പേര് അഹമ്മദാബാദ് എന്നാക്കിയിരുന്നല്ലോ. അതേപോലെ തന്നെ എല്ലാ പ്രദേശങ്ങളുടെയും പേര് മാറ്റിയിരുന്നു. ഇവിടെയുള്ള എത്രയോ പല സ്ഥലങ്ങളുടെ പേര് മാറ്റിയിട്ടുണ്ട്, മുസ്ലിം പേരുകൾ വെച്ചിട്ടുണ്ട്. അപ്പൊ പൂർണ്ണമായിട്ട് മൈസൂർ രാജവംശത്തിന് കീഴിലായി മലബാർ. അതുകൊണ്ട് തന്നെ അവിടെ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം ആർക്കായി? ടിപ്പുവിനായി. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളാണ് ഒന്ന്, നായന്മാർക്ക് സാമൂഹ്യ ശ്രേണിയിൽ ഏറ്റവും താഴത്തെ സ്ഥാനമാണ്. രണ്ടാമത്തെ കാര്യം, ഈ മാതൃദായ ക്രമം എന്ന് പറയുന്ന മാട്രിലിനിയൽ സൊസൈറ്റി അത് നിരോധിച്ചു. മൂന്നാമത്തെ സംഗതി, ആയുധങ്ങൾ കയ്യിൽ വെക്കാനുള്ള അധികാരം എടുത്തു കളഞ്ഞു. മറ്റുള്ള എല്ലാ വിഭാഗങ്ങൾക്കും ആയുധങ്ങൾ കയ്യിൽ വെക്കാനുള്ള അധികാരം കൊടുത്തിരുന്നു. അതേപോലെ തന്നെ ഭൂവുടമസ്ഥാനം, ജന്മിസ്ഥാനം, അതേപോലെ തന്നെ ക്ഷേത്രങ്ങളുടെ ഊരായ്മ സ്ഥാനം, ഇതിന്നെല്ലാം ഇവരെ മാറ്റി നിർത്തുകയും ചെയ്തു. അതിനുശേഷം പുതുതായി ഇതിൽ നിന്ന് ഇളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന ഒരു വ്യവസ്ഥ എന്താന്ന് വെച്ചാൽ, ഒന്നല്ലെങ്കിൽ ഇസ്ലാം മതം സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുള്ള പല ആളുകൾക്കും, അതേപോലെ തന്നെ ടിപ്പുവിന്റെ ആക്രമണം കാരണം ഇവിടുന്ന് ഓടിപ്പോയിട്ടുള്ള ജന്മികൾ ഉണ്ടല്ലോ, അതിന് പകരമായിട്ട് അവിടെ ഉണ്ടായിരുന്ന പുതിയ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഈ പ്രദേശത്തിന്റെയൊക്കെ ഭരണം അല്ലെങ്കിൽ ഈ പ്രദേശത്തിന്റെ അവകാശം, ഉടമസ്ഥത ടിപ്പു വകവെച്ചു കൊടുത്തു. അങ്ങനെ 1788 തൊട്ട് 1792 വരെയുള്ള 4 കൊല്ലം കൊണ്ട് മലബാറിൽ അതുവരെ ഉണ്ടായിരുന്ന ലാൻഡ് ഹോൾഡിംഗ് എന്ന് പറയുന്ന സംഭവം മൊത്തത്തിൽ മാറി. അതുവരെ ആ ഭൂമി കൈവശം വെച്ചിരുന്ന ആൾക്കാരെല്ലാം ഭൂമി ഇല്ലാത്തവരായി. എന്നാൽ അത്രയും കാലം ഭൂമി ഇല്ലാണ്ട് ആ ഭൂമിയിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ആ ഭൂമിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരോ ഒക്കെ ഒറ്റയടിക്ക് എന്തായി? ഭൂമിയുടെ ജന്മിമാരായി. എന്തുകൊണ്ട്? ഇസ്ലാം ആയതുകൊണ്ട്, മതം മാറിയതുകൊണ്ട് മാത്രം. അതിനുശേഷം 1792 ടിപ്പു മടങ്ങിപ്പോയി. 6 വർഷത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള 99 4ാം ആംഗ്ലോ ബ്രിട്ടീഷ് യുദ്ധത്തിൽ ടിപ്പു കൊല ചെയ്യപ്പെട്ടു. ടിപ്പു കൊല ചെയ്യപ്പെട്ടതിന് ശേഷം 98 ശ്രീരംഗ ഉടമ്പടിയോടുകൂടി തന്നെ മലബാറിന്റെ ഭരണം ടിപ്പുവിന്റെ കയ്യിൽ നിന്ന് പോയിരുന്നു. മലബാർ ബ്രിട്ടീഷ് ഭരണത്തിലേക്ക് വന്നു. മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. അപ്പൊ അതിനുശേഷം ടിപ്പുവിന്റെ ഭരണത്തിന് ശേഷം അന്ന് ടിപ്പു ഇവിടുന്ന് ആക്രമിച്ച് ഓടിച്ച് കളഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ അന്ന് ടിപ്പുവിന്റെ ആക്രമണം കാരണം പലായനം ചെയ്യേണ്ടി വന്നിട്ടുള്ള, നാട് വിട്ടിട്ടുള്ള ഈ ആളുകൾ മടങ്ങി വന്നു, മലബാറിലേക്ക് മടങ്ങി വന്നു. അവർ ഈ ഭൂമിയുടെ ടൈറ്റിലിന്റെ മുകളിൽ അവകാശം ഉന്നയിച്ചു. അതുകൊണ്ട് എന്തായി? ബ്രിട്ടീഷുകാർ അതിനുവേണ്ടി ഈ ഭൂമിയുടെ ഉടമസ്ഥത തീരുമാനിക്കാൻ വേണ്ടി പുതിയ ലാൻഡ് ഹോൾഡിംഗ് ആക്ട് കൊണ്ടുവന്നു, പുതിയൊരു ബ്രിട്ടീഷ് നിയമം കൊണ്ടുവന്നു. അപ്പൊ അതിനു മുന്നേ നിലനിന്നിരുന്ന വ്യവസ്ഥ എങ്ങനെയായിരുന്നു? ടിപ്പുവിന്റെ പടയോട്ടത്തിന് മുമ്പ് ഉണ്ടായിരുന്ന വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ, ഭൂമിയിൽ 3 അവകാശികളാണ് ഉണ്ടായിരുന്നത്. ജന്മിക്ക് 3 അവകാശം, കുടിയാന് 3 അവകാശം, ഇടനിലക്കാരനായിട്ട് ഇതിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന മധ്യവർത്തികളായിട്ടും മറ്റ് ഇതിന്റെ ഇങ്ങനെ ഇടപെടുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് 3 അവകാശം. അങ്ങനെയാണ് ഇതിന്റെ ഒരു സംവിധാനം ഉണ്ടായിരുന്നത്, ടാക്സ് കഴിച്ചിട്ട്. അപ്പോ ജന്മിക്കും കുടിയാനും ഭൂമിയിൽ അവകാശം ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണ് മുന്നേ ഉണ്ടായിരുന്നത്. ഈ സമ്പ്രദായം അവസാനിപ്പിച്ചത് ആരാ? ടിപ്പുവാണ്. ടിപ്പു എന്ത് ചെയ്തു? ഈ ജന്മികളെ ഇല്ലാണ്ടിയാക്കി പുതിയ മുസ്ലിം ആയിട്ടുള്ള ന്യൂ കൺവേർട്സ് ആയിട്ടുള്ള മുസ്ലിങ്ങൾക്ക് ഭൂമി മുഴുവൻ നൽകി. ആ ഭൂമിയിലുള്ള കംപ്ലീറ്റ് ടൈറ്റിൽ, സമ്പൂർണ്ണ അധികാരം ഇവർക്ക് മാത്രമാക്കി. അപ്പൊ ഈ ഭൂമിയുടെ മുകളിൽ ജന്മിക്കും കുടിയാനും ഒക്കെ തുല്യാവകാശം എന്നുള്ള സംഗതി അവിടെ ഇല്ലാണ്ടായി. അതിനുശേഷം വന്നിട്ടുള്ള ഈ ബ്രിട്ടീഷ് നിയമം കൊണ്ട് എന്ത് പറ്റി? ബ്രിട്ടീഷ് അമെന്റ്മെന്റ് കൊണ്ട് എന്ത് പറ്റി? ബ്രിട്ടീഷുകാർ ബ്രിട്ടനിലെ അതേ സ്റ്റാറ്റസോട് കൂടി, അതായത് ബ്രിട്ടനിലെ പ്രഭു, ലോർഡ് എന്ന് പറയുന്ന സ്റ്റാറ്റസോട് കൂടിയിട്ടാണ് ജന്മിമാരെ, ഈ ഭൂപ്രഭുക്കളെ നിയമിച്ചത്.
അപ്പൊ ഇവർക്ക് സിവിൽ കോർട്ട് വഴി കേസ് കൊടുത്ത് ഇവരുടെ ഭൂമിയുടെ ടൈറ്റിൽ പ്രൂവ് ചെയ്താൽ 1788 മുമ്പ് ഇവരുടെ കയ്യിലായിരുന്നു ഈ ഭൂമിയും തെളിയിച്ചാൽ ഈ ഭൂമി ഇവർക്ക് പതിച്ചു കൊടുക്കാനുള്ള സംവിധാനം കൊണ്ടുവന്നു. ഒരു പുതിയ നിയമം, പുതിയ ലാൻഡ് ഹോൾഡിംഗ് ആക്ട് കൊണ്ടുവന്നു. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സിവിൽ കോടതികളിൽ കേസ് കൊടുത്ത് കേസ് ജയിച്ചിട്ടുള്ള ആളുകൾക്ക് ഈ ഭൂമി പതിച്ചു കിട്ടി. ഭൂമി പതിച്ചു കിട്ടിയപ്പോ എന്ത് പറ്റി? അവർക്ക് മാത്രമായി ഭൂമി. അതുവരെ ഉണ്ടായിരുന്ന കുടിയാന്മാർക്ക് ഭൂമിയിലുണ്ടായിരുന്ന അവകാശമില്ലുണ്ട്. അപ്പോ ആ എന്താ പറയാ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു എന്താ പറയാ ജന്മി കുടിയാൻ വ്യവസ്ഥയെ അല്ലെങ്കിൽ കാർഷിക വ്യവസ്ഥയെ, ലാൻഡ് ഹോൾഡിങ്ങിന്റെ സ്വഭാവത്തെ എന്നേക്കുമായിട്ട് അട്ടിമറിക്കുന്നത് എന്താണ്? ഈ പറയുന്നത് പോലെ ജന്മിമാരുടെ ചൂഷണമല്ല, ഇതിന്റെ പിന്നിലുണ്ടായിട്ടുള്ള ഒരു ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം മതഭീകരന്റെ, ഒരു മത തീവ്രവാദിയുടെ ഒരു മതപരമായിട്ടുള്ള ഇൻവേഷൻ തന്നെയാണ്, ഒരു ഇസ്ലാമിക അധിനിവേശം തന്നെയാണ് ഇവിടെയുള്ള ലാൻഡ് ഹോൾഡിംഗ് സ്ട്രക്ചറിനെ എല്ലാ കാലത്തേക്കുമായിട്ട് അട്ടിമറിക്കുന്നത്. അതാണ് ഇതിന്റെ വേറൊരു പശ്ചാത്തലം. അതിനുശേഷം എന്താ പറയാ ഇവര് ഇതിന് ഈ പെട്ടെന്ന് 4 കൊല്ലം 5 കൊല്ലം കാലത്തേക്ക് പെട്ടെന്ന് ഭൂമിയുടെ ജന്മിമാരായിട്ടുള്ള ആളുകൾക്ക് നിയമപ്രകാരം അതിന്റെ ഉടമസ്ഥന്മാർ മടങ്ങി വന്നപ്പോ ഈ ഭൂമി നഷ്ടപ്പെട്ടല്ലോ. അങ്ങനെയാണ് അതിന്റെ പേരിൽ ഉണ്ടാവുന്ന രോഷമാണ്, ആങ്കറാണ് എന്ത് 1836 മുതൽ ഹാലിളക്കങ്ങളായി മാറുന്നത്. ഈ ഹാലിളക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മലബാർ മാനുവലിൽ വില്യം ലോഗൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഹാലിളക്കം എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഒരു മുസ്ലിം പെട്ടെന്ന് ഒരു എന്താ പറയാ ജിന്ന് കയറുക, അങ്ങനെ എന്തെങ്കിലും ഒരു ഭ്രാന്ത് വന്നതുപോലെ ആവേശം നടത്തിയിട്ട് ഒരു ഹിന്ദുവിനെ കൊന്നു മരിക്കുക എന്നുള്ളത്, ഒരു കാഫിറിനെ കൊല്ലുക, അത് ഭയങ്കര ഒരു എന്താ പറയാ ഒരു വളരെ ഗ്ലോറിഫൈഡ് പൊസിഷൻ ആയിരുന്നു. ഒരാൾക്ക് ഒരു ഹാലിളക്കം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ വല്ല എന്താ പറയാ ഈശ്വരന്റെ പ്രതിനിധിയെ പോലെ ഈ ആളുകൾ ഇതാക്കിയിരുന്നു. എന്നിട്ട് ഇവർ മരിക്കുന്നതിന് മുമ്പ് ഒരാളെ കൊല്ലും. ഇത് 1836 ആദ്യത്തെ എന്താ പറയാ ആദ്യത്തെ കൊലപാതകം നടന്നു. അതിനുശേഷം ഉണ്ടായിട്ടുള്ള 5 വർഷങ്ങളിൽ ഇതേപോലെ തുടർച്ചയായിട്ട് 5ഓളം ചെറിയ ഹാലിളക്കങ്ങൾ ഉണ്ടായിട്ട് ഇതിന്റെ പേരിൽ എത്രയോ ജന്മിമാരിൽ ഈ പറയുന്ന ഹിന്ദുക്കളെ, ജന്മിമാരെ മാത്രമല്ല കേട്ടോ, ജന്മിമാരെ തന്നെ കൊല്ലണമെന്നില്ല, ഒരു കാഫിറിനെ കൊന്നാൽ മതി, ഒരു അവിശ്വാസിയെ കൊന്നുകഴിഞ്ഞാൽ സ്വർഗം കിട്ടും. ഇവിടെ എന്തായാലും ഇപ്പൊ വേറെ അവസ്ഥയൊന്നുമില്ല. ഇവിടെ പ്രധാനം എന്താ പറയുക, കയ്യിലുണ്ടായിരുന്ന ഭൂമി നഷ്ടപ്പെട്ടു, യഥാർത്ഥ ഉടമസ്ഥന്മാർ വന്നപ്പോ പോയി. അപ്പൊ ഇനി എന്താ ഉള്ളത്? ഇനി ഉള്ളത് എന്താ വെച്ചാൽ ഒരു കാഫിറിനെ കൊന്ന്, ഒരു അവിശ്വാസിനെ കൊന്ന് സ്വർഗം പോകുക എന്നുള്ള പദ്ധതിയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് 1836 തൊട്ട് 1921 വരെയുള്ള സമയങ്ങളിൽ 130 ഹാലിളക്കങ്ങൾ മലബാറിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ 130 ഹാലിളക്കങ്ങളുടെ ഭാഗമായി തന്നെ എന്താ പറയാ 6ഓളം കലാപങ്ങൾ മലബാറിൽ നടന്നിട്ടുണ്ട്. 1840 കലാപം ഉണ്ടായിട്ടുണ്ട്, 1862 കലാപം ഉണ്ടായിട്ടുണ്ട്, 1894 മണ്ണാർക്കാട് ലഹള എന്ന് പറയുന്ന ഒരു കലാപം ഉണ്ട്. ആ കലാപത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ കലാപത്തിലൂടെയാണ് ഈ മറ്റേ വാര്യകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയൊക്കെ ഫാമിലിയുടെയൊക്കെ എൻട്രി ഈ ഇതിലേക്ക് വരുന്നത്. അതേപോലെ 1894 കലാപം ഉണ്ടായിട്ടുണ്ട്, 1913 കലാപം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നിരന്തരമായിട്ട് ഈ വിഷയത്തിന്റെ ഈ പ്രശ്നത്തിൽ നിരന്തരമായി കലാപങ്ങൾ നടന്നിട്ടുണ്ട്. എന്താണ് കലാപം എന്ന് പറഞ്ഞാൽ വേറെ അന്നത്തെ പോലെ ഒരു സംഘടിതമായിട്ട് കലാപം നടത്താനുള്ള സ്ട്രക്ചർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഓരോരുത്തർ സ്വയം ഹാലിളകി എന്താ പറയാ ഒരു അവിശ്വാസി കാഫിറിനെ കൊല്ലുക, അല്ലെങ്കിൽ സാധ്യമായിട്ടുള്ള അത്രയും ആളുകളെ കൊല്ലുക, എന്നിട്ട് മരിക്കുക എന്നുള്ള പദ്ധതിയിലാണ് ഈ കലാപങ്ങൾ ഉണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ ഈ 1921 20ഒക്കെ ആയപ്പോഴേക്കും ഈ ഖിലാഫത്ത് എന്താണ് ചെയ്തത്? ഗാന്ധിജിയുടെയൊക്കെ നേതൃത്വത്തിൽ ആനയിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഖിലാഫത്ത് എന്ന് പറയുന്ന പ്രസ്ഥാനം എന്താ ചെയ്തത്? ഇവിടെ മലബാറിൽ മതവെറിക്ക് കുറവുണ്ടായിരുന്നില്ല. മതവെറി നിർലോഭം മലബാറിലെ മാപ്പിളമാർക്ക് ഇടയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആ മതവെറി ഒരു പൊതു ലക്ഷ്യത്തിന് വേണ്ടി സംഘടിതമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ശേഷി അവർക്ക് ഉണ്ടായിരുന്നില്ല. അതിനുള്ള ഒരു സംഘടനാ സംവിധാനം ഉണ്ടായിരുന്നില്ല. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പിൻബലം ഉണ്ടായിരുന്നില്ല. ഇവിടെ ഖിലാഫത്ത് ചെയ്തത് എന്താന്ന് വെച്ചാൽ ഈ മതവെറിയന്മാർക്ക് അവരുടെ മതവെറി ഒരു പൊതുവെറിയാക്കി മാറ്റാനും അത് ഒറ്റക്കെട്ടായിട്ട് ഒരു സംഘടിത പദ്ധതിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു അവസരം സൃഷ്ടിച്ചു കൊടുത്തു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഖിലാഫത്ത് മലബാറിനോട് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഈ 1836 മുതൽ 1921 വരെ ഈ മലബാർ കലാപത്തിന് മുൻപായിട്ട് 130 ഹാലിളക്കങ്ങൾ മലബാറിൽ ഉണ്ടാവുന്നുണ്ട്. ഇതിന് ശേഷമാണ് എന്ത് വരുന്നത്? ഇവർക്ക് സംഘടിതമായിട്ട് ഈ ഒരു പരിപാടി നടത്താൻ, ഒരു ഹിന്ദു വംശഹത്യ നടത്താൻ, അതേപോലെ ഓരോ മാപ്പിള ഹാലിളകിയിട്ട് ഒരു ഹിന്ദുവിനെ കൊന്ന് മയ്യത്താവുന്ന പരിപാടി നിർത്തിയിട്ട് എല്ലാവരും കൂടി ഒന്നിച്ച് കുറെ ഹിന്ദുക്കളെ കൊന്ന് സ്വർഗം പോകുക എന്നുള്ളൊരു ഗ്രാൻഡ് സ്കെയിൽ പദ്ധതിക്കുള്ള അവസരം കിട്ടുന്നത് എവിടെയാണ്? 1920 ഇത് എവിടെന്നാ തുടങ്ങുന്നതെന്ന് വെച്ചാൽ 1914 മുതൽ 1918 വരെ നീണ്ടു നിന്നിട്ടുള്ള 1-ാം ലോക മഹായുദ്ധം. ഈ 1-ാം ലോക മഹായുദ്ധത്തിൽ എന്താ സംഭവിച്ചത്? ഇല്ല, വേറൊരു കാര്യമുണ്ട്. ഈ മലബാറിലെ മാപ്പിളമാർക്ക് എന്താ പറയാ വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹികപരമായിട്ടും വളരെ പിന്നിലായിരുന്നുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ള വിവരങ്ങളെ പറ്റിയിട്ടൊന്നും ഇവർക്ക് അറിവുണ്ടായിരുന്നില്ല.
അതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങനെ സംഘടിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. എന്താ പറയാ, രാജ്യത്തൊക്കെ നടക്കുന്ന ഈ ഖിലാഫത്തിന്റെ വലിയ സംഭവമൊന്നും ഇവർ അറിഞ്ഞിട്ടില്ല. തുർക്കിയിലെ ഖലീഫയെ തന്നെ എത്ര നന്നായിട്ട് അറിഞ്ഞിരുന്നു എന്നുള്ള കാര്യം സംശയമാണ്. ഇവർക്ക് ഈ ഖിലാഫത്തിന്റെ പ്രശ്നവും അതേപോലെ തന്നെ ഈ മറ്റേ മുഹമ്മദ് അലിനെയും ഷൗക്കത്ത് അലിനെയും ഒക്കെ കേരളത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നിട്ട് ഈ ഖിലാഫത്തിന്റെ മഹത്വം വർണ്ണിച്ചു കൊടുക്കുകയും അതേപോലെ തന്നെ ഇത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുത്ത് നിങ്ങൾ മയ്യത്തായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും, ഇത് വിശുദ്ധ യുദ്ധമാണെന്നൊക്കെ ഐഡിയ കൊടുക്കുകയും ചെയ്യുന്നത് കോൺഗ്രസ് ആണ്. 2-3 ആളുകളെ ആ തലയിൽ നമ്മൾ മുന്നേ കാണേണ്ടതുണ്ട്. ഫസൽ പൂക്കോയത്തങ്ങൾ എന്നൊക്കെ പറയുന്ന ചില കഥാപാത്രങ്ങളുണ്ട്. യമനിൽ നിന്ന് വന്നിട്ടുള്ള സ്കോളറാണ്. 1948-ലാണ് 45-ൽ മക്കയിൽ മതം പഠിക്കാൻ പോയി 48-ലാണ് മടങ്ങി വരുന്നത്. ഫസൽ പൂക്കോയത്തങ്ങളാണ് ഇവർക്ക് ഈ ഹാലിളക്കത്തിന് ഒരു പൊളിറ്റിക്കൽ ഒരു എന്താ പറയാ ഒരു റിലീജിയസ് ഡോക്ടറിനാക്കി മാറ്റുന്നത്, ഒരു ആശയപരമായിട്ടുള്ള സ്വാധീനം. അതായത് ഇങ്ങനെ ഹാലിളകി കൊല്ലുന്നത് യഥാർത്ഥത്തിൽ ജിഹാദ് ആണെന്നും അത് ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗം ഉറപ്പാണെന്നും ഇവരെ മതബോധനം നൽകിയിട്ട് ഹാലിളക്കങ്ങൾക്ക് ആളുകളെ പ്രേരിപ്പിച്ചിരുന്നതാണ്. 1852-ൽ TL സ്ട്രേഞ്ച് എന്ന് പറയുന്ന സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് ഉണ്ട്. ഈ ഹാലിളക്കങ്ങൾ പതിവായപ്പോ മലബാറിൽ 1836 തൊട്ടിട്ട് അങ്ങോട്ട് സ്ഥിരമായിട്ട് എല്ലാ മാസവും ഹാലിളക്കം നടക്കുക, ആളുകളെ കൊല്ലുകയാണ്. ഈ ഒരു സംഭവം പതിവായപ്പോ ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ സ്പെഷ്യൽ കമ്മീഷണർ ആയിരുന്ന TL സ്ട്രേഞ്ചിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ രൂപീകരിച്ചിരുന്നു. ഈ TL സ്ട്രേഞ്ചിന്റെ കമ്മീഷൻ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്ത്, ഇതിന്റെ പിന്നിലുള്ള താല്പര്യം ഒരു തരത്തിലും കാർഷികപരമായിട്ടുള്ള താല്പര്യമല്ല, ഇത് ജന്മി കുടിയാൻ പ്രശ്നത്താൽ പ്രചോദിതമായിട്ടുള്ള സംഭവമല്ല, ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം കൃത്യമായിട്ട് മതപരമാണ്. ഇവര് ഇങ്ങനെ ആളുകളെ കൊന്ന്, അവിശ്വാസികളായിട്ടുള്ള ആളുകളെ കൊന്നു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുന്നുള്ള ഒരു മതവർഗീയ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കൊലപാതകങ്ങൾ നടത്തുന്നത്. ഇതുകൊണ്ട് എന്താ അഗ്രേരിയൻ സ്ട്രക്ചർ റിഫോം ചെയ്യുന്നതുകൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമല്ല. എത്ര കാലം ഈ പ്രത്യേക സമുദായം ഇത്തരത്തിൽ അന്ധവിശ്വാസത്തിന്റെയും അജ്ഞാനത്തിന്റെയും പടുകുഴിയിൽ കിടക്കുന്നുവോ അവരെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ആർക്ക് വേണമെങ്കിലും എല്ലാ കാലത്തും ഇവരെ പറ്റിച്ചുകൊണ്ടിരിക്കാം എന്ന് TL സ്ട്രേഞ്ചിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ TL സ്ട്രേഞ്ചിന്റെ റിപ്പോർട്ടിനെ തുടർന്നിട്ടാണ് ഫസൽ പൂക്കോയത്തങ്ങളെ നാട് കടത്തുന്നത്. കാരണം TL സ്ട്രേഞ്ചിന്റെ റിപ്പോർട്ടിൽ ഈ ഫസൽ പൂക്കോയത്തങ്ങളുടെ പങ്കാളിത്തത്തെ ഈ ഹാലിളക്കത്തെ ഒരു ജിഹാദാക്കി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള സിദ്ധാന്ത രൂപീകരണത്തെ പറ്റിയൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഫസൽ പൂക്കോയത്തങ്ങളെ ഇന്ത്യയിൽ നിന്ന് നാട് കടത്താൻ തീരുമാനിച്ചു. അന്ന് ഡിസ്ട്രിക്ട് കളക്ടർ ആയിരുന്ന TV കോണോലിയാണ് ഓർഡർ പുറപ്പെടുവിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം മലബാറിൽ നിന്ന് മാത്രം നാട് കടത്തിയാൽ മതി, ഇന്ത്യയിൽ നാട് കടത്തേണ്ടതായിരുന്നു. പക്ഷെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് നാട് കടത്തി, മക്കയിലേക്കാണ് നാട് കടത്തിയത്. ഫസൽ പൂക്കോയത്തങ്ങളെ നാട് കടത്തിയതിന്റെ വിരോധം കൊണ്ട് ഈ കോണോലിയെയും ഈ മാപ്പിള കലാപകാരികള് കുത്തിക്കൊല്ലുകയാണ് ചെയ്തത്. ബ്രിട്ടീഷ് അന്നത്തെ കളക്ടർ ആയിരുന്ന കോണോലിയെയും കുത്തിക്കൊന്നിട്ടുണ്ട്. അപ്പൊ അതേപോലെ നിരന്തരമായിട്ട് കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് 21 വരെ. ഈ 915 തൊട്ട് 914 തൊട്ട് 18 വരെ ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ 2 പക്ഷത്തായിട്ട്, അതായത് ഒരു ഭാഗത്ത് ബ്രിട്ടൻ, റഷ്യ, ഇറ്റലി, ഫ്രാൻസ്, അമേരിക്ക ഒക്കെ ഉണ്ട്. മറുപക്ഷത്ത് എന്താ പറയാ ജപ്പാൻ ഉണ്ട്, ജർമ്മനി ഉണ്ട്, അതേപോലെ തന്നെ ഇവരൊക്കെ ഉണ്ടല്ലോ. അതിലൊരു പ്രധാനപ്പെട്ട കക്ഷിയായിരുന്നു ഹംഗറി, ബൾഗേറിയ ഒക്കെ ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കക്ഷിയാണ് ആര്? ഒട്ടോമൻ എംപയർ. അന്നത്തെ തുർക്കി ആസ്ഥാനമാക്കി ഭരിക്കുന്ന ഏഷ്യയിലും അതേപോലത്തെ എന്താണ് ഈസ്റ്റേൺ ആഫ്രിക്ക വരെ ഭൂപ്രദേശങ്ങൾ ഭരിച്ചിരുന്ന ഓട്ടോമൻ എംപയറും ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ്. ഈ ഓട്ടോമൻ എംപയറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ളതൊക്കെ ഇപ്പൊ ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പല രാജ്യങ്ങളും പങ്കെടുത്തിട്ടുണ്ട്. ബ്രിട്ടൻ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, ഇറ്റലി ഉണ്ട്, ഒക്കെ ശരിയാ. പക്ഷെ ഇവരൊന്നും ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിന്റെ പ്രതിനിധികളല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ പല ആൾക്കാരും തോറ്റിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ ജപ്പാനും ജർമ്മനിയോ അല്ലെങ്കിൽ ബൾഗേറിയോ ഹംഗറിയോ ഒക്കെ തോറ്റിട്ടുണ്ട്. ഹംഗറിക്ക് വേണ്ടിയിട്ടോ ബൾഗേറിയക്ക് വേണ്ടിയിട്ടോ ഒന്നും ഈ നാട്ടിലൊന്നും ഒരു കലാപം ഉണ്ടായിട്ടില്ലല്ലോ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഹംഗറിയെ തോൽപ്പിച്ചത് തെറ്റായി, ഞങ്ങളുടെ വികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരാളും കലാപത്തിന് ഇറങ്ങിയിട്ടില്ല. പക്ഷെ നേരെ തിരിച്ച് ഓട്ടോമൻ എംപയറിനെ ഇല്ലാണ്ടിയാക്കിയപ്പോ തുർക്കിയെ തോൽപ്പിച്ചതിന് ഇവിടെ വലിയ പ്രശ്നം ഉണ്ടായി. എന്താണ് അങ്ങനെ പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ അധിപനായിട്ടുള്ള ഖലീഫ എന്ന് പറയുന്ന ആള്, ഈ ഖലീഫ ലോകത്തുള്ള ഇസ്ലാമിക വിശ്വാസി സമൂഹത്തിന്റെ ഉമ്മത്ത് എന്നാണ് പറയാ, വിശ്വാസി സമൂഹം എന്നുള്ള അർത്ഥത്തിൽ വിശ്വാസി സമൂഹത്തിന്റെ ആധ്യാത്മിക രാഷ്ട്രീയ നേതാവാണ്. സുന്നി മുസ്ലിങ്ങളുടെ പരമാചാര്യനായിട്ടുള്ള പൊളിറ്റിക്കൽ റിലീജിയസ് ലീഡറാണ് ഖലീഫ. ഖലീഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ മുഹമ്മദിന്റെ പരമ്പരയിൽ നിന്ന് നേരിട്ട് ഉത്ഭവിച്ചു വരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഖലീഫയ്ക്കാണ് ഇവരുടെ മതകാര്യങ്ങളിലെ അവസാന വാക്ക് പറയാനുള്ള അധികാരം. തുർക്കി ഇവരുടെ ഒരു റിലീജിയസ് ക്യാപിറ്റലാണ്. ആ തുർക്കിയുടെ നേതൃത്വത്തിൽ ഒരു ഖിലാഫത്ത് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ലോകത്തെ എവിടെയുള്ള മുസ്ലിം ആണെങ്കിലും അയാൾ ആ ഖലീഫത്തിന്റെ ഭാഗമാണ്. അയാൾ ഭരിക്കുന്നത് ആ ഖലീഫയാണ്, അയാളുടെ എന്താണ് ഭരണാധികാരി എന്ന് പറയുന്നത്.
അപ്പോ ഇയാൾ ഇത്തരത്തിലൊരു മതത്തിന്റെ പ്രധാനപ്പെട്ട മുസ്ലിം വിശ്വാസി സമൂഹത്തിന്റെ നേതാവായതുകൊണ്ട് തന്നെ തുർക്കിയിലെ ഖലീഫ ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടത് ഇവർക്ക് വലിയ അളവിലുള്ള വിരോധവും രോഷവും ഒക്കെ ഉണ്ടാക്കി. പ്രത്യേകിച്ചും ഈ 918 യുദ്ധത്തിന് ശേഷം 1919 എന്താണ് ട്രീറ്റി ഓഫ് 1919 ട്രീറ്റി ഓഫ് സുസേനോ എന്തോ ഒരു ട്രീറ്റി ഉണ്ട്, അതല്ല പ്രധാനപ്പെട്ട ട്രീറ്റി. ട്രീറ്റി ഓഫ് വെർസേലിയസ് 1920 തുർക്കിയുടെ അധികാരങ്ങളെ പരിമിതിപ്പെടുത്തിക്കൊണ്ടും അതേപോലെ തന്നെ തുർക്കിയിലെ ഖലീഫയെ സ്ഥാനഭ്രഷ്ടനാക്കിക്കൊണ്ടും തുർക്കിയുടെ പരമാധികാരം എടുത്തു കളഞ്ഞുകൊണ്ടും തുർക്കിയുടെ ജിയോഗ്രഫിക്കൽ ലിമിറ്റിനെ തന്നെ ചെറുതാക്കിക്കൊണ്ടും തുർക്കിയെ വളരെ ചെറിയൊരു പ്രദേശമാക്കി മാറ്റിക്കളഞ്ഞു. ഈസ്റ്റ് ആഫ്രിക്കയിലൊക്കെയുള്ള തുർക്കിയുടെ ഖലീഫയുടെ അധികാരം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. അങ്ങനെ 1920 ട്രീറ്റി ഓഫ് വെർസേലിയസ് അല്ല, ട്രീറ്റി ഓഫ് വെർസേലിയസ് അല്ല, സോറി, ട്രീറ്റി ഓഫ് സെവറസ്. ട്രീറ്റി ഓഫ് സെവറസ് വഴിയാണ് ഈ തുർക്കിയിലെ ഖലീഫയുടെ അധികാരങ്ങൾ എടുത്തു കളയുന്നതും ഇവരുടെ അതിർത്തികൾ പുനർനിശ്ചയിക്കുന്നതും ഖലീഫ എന്ന് പറയുന്ന സ്ഥാനം തന്നെ ഇല്ലാണ്ടിയാവുന്നതും ഇവരുടെ തുർക്കിയുടെ പരമാധികാരം നഷ്ടപ്പെടുകയും ചെയ്യുന്ന ട്രീറ്റി ഓഫ് സെവറസിലൂടെയാണ് 1920. അപ്പോ ഇത്തരത്തിൽ ഖലീഫയെ സ്ഥാനഭ്രഷ്ടനാക്കിയതാണ് ഇവിടെ ചില ആളുകളെ വല്ലാണ്ട് വിഷമിപ്പിച്ചത്. അപ്പൊ നമ്മൾ ആലോചിക്കണം, ഇതിനു മുമ്പ് എത്രയൊക്കെയോ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. 1857 ഒന്നാം സ്വാതന്ത്ര്യ യുദ്ധം എന്ന് വിളിക്കുന്ന ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഈ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ ഭാഗമായിട്ട് എത്രയോ ഇന്ത്യൻ നാട്ടുരാജ്യക്കന്മാർ ബ്രിട്ടീഷുകാരായിട്ട് ഏറ്റുമുട്ടുകയും പല ആളുകളും കൊല ചെയ്യപ്പെടുകയും നാട് കടത്തപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു രാജാവിന് വേണ്ടിയിട്ടും ഇവിടെ ഒരാളും കലാപത്തിന് ഇറങ്ങിയിട്ടില്ല, ഈ പറയുന്ന ഒരു വിഭാഗക്കാരും ഇറങ്ങിയിട്ടില്ല. അതേപോലെ തന്നെ 1858 തൊട്ട് ഇന്ത്യ ഔദ്യോഗികമായിട്ട് ബ്രിട്ടന്റെ ക്രൗണിന്റെ കീഴിലായി. ഇവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം എടുത്തു കളഞ്ഞുകൊണ്ട് ബ്രിട്ടീഷ് ക്രൗൺ നേരിട്ട് ഇന്ത്യ ഭരിക്കുന്ന സംവിധാനം ഉണ്ടാവുന്ന ചാർട്ടർ ഓഫ് 1858 അപ്പോ അതിനെതിരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. 1876 വിക്ടോറിയ രാജ്ഞിയെ ഇന്ത്യയുടെ ചക്രവർത്തിനിയായിട്ട് അവരോധിക്കുകയുണ്ടായി, അതിനെതിരെ കലാപം ഉണ്ടായിട്ടില്ല. 1914 തൊട്ട് 18 വരെ നടന്നിട്ടുള്ള ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആയിരക്കണക്കിന് ഇന്ത്യൻ സൈനികരെ ബ്രിട്ടീഷ് ആർമിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുപ്പിക്കുകയും അതിൽ എത്രയോ ആളുകൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി കലാപം ഉണ്ടായിട്ടില്ല. കലാപം ഉണ്ടായത് എപ്പോഴാണ്? ബ്രിട്ടീഷുകാരോട് വിരോധം തോന്നിയത് എപ്പോഴാണ്? ബ്രിട്ടീഷുകാർ ട്രീറ്റി ഓഫ് സെവറസ് ഒപ്പിടിച്ചിട്ട് ഖലീഫയുടെ അധികാരങ്ങൾ എടുത്തു കളഞ്ഞപ്പോഴാണ്. അപ്പൊ ഇത് ഒരു സ്വാതന്ത്ര്യ സമരമാണ്, ബ്രിട്ടീഷ് വിരുദ്ധ മുന്നേറ്റമായതുകൊണ്ട് തന്നെ ഇത് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്നൊക്കെ പറയുമ്പോൾ ഉള്ള അബദ്ധമാണ് പറയുന്നത്. ഇത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണം എന്നൊരു ആവശ്യം പോലും ഉന്നയിച്ചിട്ടില്ല ഖിലാഫത്ത്. ഇന്ത്യ എന്നത് ഖിലാഫത്തിന്റെ ഒരു വിഷയമേ ആയിരുന്നില്ല. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ചൂഷണങ്ങളും അതിക്രമങ്ങളും അവസാനിപ്പിക്കണം, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണം എന്നൊരു ഡിമാൻഡ് ഖിലാഫത്തിന് ഉണ്ടായിട്ടില്ല. ഖിലാഫത്തിന്റെ ഡിമാൻഡ് എന്താണ്? തുർക്കിയിലെ ഖലീഫയുടെ സ്ഥാനം മടക്കി കൊടുക്കണം. തുർക്കിയിലെ ഖലീഫയെ അടിയന്തരമായിട്ട് ഇസ്ലാമിക സമൂഹത്തിന്റെ ഉമ്മത്തിന്റെ തലവനായിട്ടുള്ള ഖലീഫയെ അടിയന്തരമായിട്ട് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിട്ട് പുനഃസ്ഥാപിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഖിലാഫത്ത് ഉണ്ടാവുന്നത്. അപ്പൊ തുർക്കിയും ആ നിലയിൽ തന്നെയാണ് ഈ സംഭവത്തെ കണ്ടിട്ടുള്ളത്. 1914 ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങിയതിനു ശേഷം 1915 തന്നെ തുർക്കി ഓട്ടോമൻ ജിഹാദ് പ്രഖ്യാപിച്ചിരുന്നു. അതായത് ലോകത്തുള്ള ഇസ്ലാമിക വിശ്വാസി സമൂഹത്തിന്റെ നേതൃസ്ഥാനം അലങ്കരിക്കുന്ന ഞങ്ങൾ എന്നുള്ള ഓട്ടോമൻ സാമ്രാജ്യം വിരുദ്ധ ശക്തികളാൽ ആക്രമിക്കപ്പെട്ടാണ്. ആരൊക്കെയാണ് വിരുദ്ധ ശക്തികൾ? ബ്രിട്ടൻ ഒക്കെ ക്രിസ്ത്യൻ മത രാഷ്ട്രങ്ങളാണല്ലോ. അപ്പോ ക്രുസൈഡ്സിന്റെ ഒരു ഓർമ്മയെ മടക്കി കൊണ്ടുവരാനാണ്, കുരിശ് യുദ്ധങ്ങളുടെ ആ ഒരു ചരിത്രത്തെ റീക്രിയേറ്റ് ചെയ്യാനാണ് തുർക്കി ശ്രമിച്ചത്. തുർക്കി പറഞ്ഞ എന്താണ്? ക്രിസ്ത്യൻ മതരാഷ്ട്രങ്ങളാൽ ഇസ്ലാമിക വിശ്വാസി സമൂഹത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള രാഷ്ട്രം ആക്രമിക്കപ്പെടുകയാണ്. ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും തുർക്കിയെ പ്രതിരോധിക്കാനും തുർക്കിയെ സംരക്ഷിക്കാനും തുർക്കി വിരുദ്ധ ശക്തികൾക്കെതിരെ പൊരുതാനുമുള്ള ബാധ്യതയുണ്ട്. അത് ജിഹാദാണ്. അത് വിശ്വാസികൾ നടത്തേണ്ട വിശുദ്ധ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ മരണപ്പെട്ടാലും അത് എന്താണ്? ആ വിശ്വാസിക്ക് അവിടെ സ്വർഗമാണ്, മോക്ഷമാണ്. അതുകൊണ്ട് ലോകത്ത് എവിടെയുള്ള ഏത് രാജ്യത്ത് കിടക്കുന്ന മുസ്ലിം ആണെങ്കിലും തുർക്കിയിലെ ഖലീഫയെ സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വരണം. തുർക്കിക്കെതിരെ യുദ്ധം ചെയ്യുന്ന ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഓട്ടോമൻ ജിഹാദ് 1915 പ്രഖ്യാപിക്കപ്പെട്ടു. 1915 തന്നെയാണ് ഇന്ത്യയിലെ ഖിലാഫത്ത് തുടങ്ങുന്നത്. അല്ലാണ്ട് ഖിലാഫത്ത് പിന്നീട് 1920 ഉണ്ടാവുകയല്ല. ഇന്ത്യയിലുള്ള ആദ്യത്തെ ഖിലാഫത്തിന്റെ സ്ഥാപനം നടക്കുന്നത് മൗലാന മുഹമ്മദ് അലിയുടെയും മൗലാന ഷൗക്കത്ത് അലിയുടെയും നേതൃത്വത്തിൽ, ആലി സഹോദരങ്ങൾ എന്ന് വിളിക്കുന്ന മൗലാന മുഹമ്മദ് അലിയുടെയും മൗലാന ഷൗക്കത്ത് അലിയുടെയും നേതൃത്വത്തിലാണ് ഈ ഖിലാഫത്ത് എന്ന് പറയുന്ന സംഗതി ആരംഭിക്കുന്നത്. ഖിലാഫത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ തുർക്കിയിലെ ഖലീഫയെ സംരക്ഷിക്കുക, സേവ് ദ ഖലീഫ എന്നുള്ളതാണ്.
ഖലീഫയെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു. അവര് ആദ്യം മുതൽക്ക് തന്നെ ഏത് ജിഹാദാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ്. ഉദാഹരണത്തിന് ഈ ഖിലാഫത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദ് ഖിലാഫത്തിന്റെ കറാച്ചി സമ്മേളനത്തിൽ നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്ത്, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടനെതിരെ യുദ്ധം ചെയ്യുക എന്നുള്ളത് ഇപ്പൊ വിശുദ്ധ യുദ്ധമാണ്, ജിഹാദാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയും സിന്ധ് സമ്മേളനത്തിൽ പറയുന്നുണ്ട് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് മുമ്പിൽ രണ്ട് സാധ്യതകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, രണ്ട് ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. ഒന്നല്ലെങ്കിൽ ടു കിൽ ഓർ ഗെറ്റ് കിൽഡ് ഇൻ ദ സർവീസ് ഓഫ് അള്ളാ, അതിനേക്കാൾ വലിയ റിവാർഡ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ ജിഹാദ് നടത്തുക, യുദ്ധം ചെയ്ത് അതിൽ മരിക്കാം, അതല്ലെങ്കിൽ ഹിജ്റ നടത്തുക എന്നുള്ളതാണ്. ഹിജ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുണ്യദേശത്തിലേക്ക് പോവുക. ഈ അവിശ്വാസികൾ ഭരിക്കുന്ന ഈ സ്ഥലത്ത് ജീവിക്കാൻ കൊള്ളില്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട്. ദാറുൽ ഹറബ്, ദാറുൽ കുഫർ, ദാറുൽ ഇസ്ലാം എന്ന് പറയുന്ന 3 ക്രമങ്ങളുണ്ട്. അപ്പോ അതിൽ ദാറുൽ ഇസ്ലാമാണ് ഇസ്ലാമിക ഭരണം തന്നെയുള്ള ശരീഅത്ത് അടിസ്ഥാനത്തിൽ ഭരണം നടക്കുന്ന രാജ്യമാണ് ദാറുൽ ഇസ്ലാം. ദാറുൽ ഇസ്ലാമിലാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം താമസിക്കേണ്ടത്. ദാറുൽ കുഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിശ്വാസികൾ ഭരിക്കുന്ന, കാഫറുകൾ ഭരിക്കുന്ന, യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന് ജീവിക്കാൻ കൊള്ളാത്ത നാടാണ്. അതിനെ ദാറുൽ ഇസ്ലാമാക്കി മാറ്റാനുള്ള ഒരു യുദ്ധമാണ് ജിഹാദ് എന്ന് പറയുന്നത്. ആ യുദ്ധം നടക്കുന്ന ഘട്ടത്തിലാണ് ദാറുൽ കുഫർ, ദാറുൽ ഹറബ് എന്ന് പറയുന്ന അവസ്ഥയുള്ളത്. അവിടെ ജീവിക്കാൻ പറ്റില്ലെങ്കിൽ ഹിജ്റ നടത്തണം എന്നാണ്. എന്താ, വേറെ വിശുദ്ധ മുസ്ലിം രാഷ്ട്രത്തിലേക്ക് പോകണം, അതുകൊണ്ട് നിങ്ങൾ അഫ്ഗാനിസ്ഥാനിലേക്കോ മറ്റേതെങ്കിലും രാജ്യത്തിലേക്കോ പോകണം എന്നൊക്കെ പറയുന്ന മൗലാന മുഹമ്മദ് അലിയുടെയും ഷൗക്കത്ത് അലിയുടെയും പ്രസ്താവനകൾ തന്നെ കൃത്യമായിട്ട് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1923 കോൺഗ്രസിന്റെ കാക്കിനാട സമ്മേളനത്തിൽ മൗലാന മുഹമ്മദ് അലിയെ ക്ഷണിച്ചു വരുത്തിയിരുന്നു. മൗലാന മുഹമ്മദ് അലിയെ ഗാന്ധിയുടെ കാലത്ത് തന്നെ കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ട് നിയമിച്ചിട്ടുണ്ട്. 1921 തോന്നുന്നു. 23 കാക്കിനാട സമ്മേളനത്തിൽ എന്താ പറയാ, വിഷ്ണു പ്രസാദ് പുലസ്കാർ, അദ്ദേഹം വന്ദേമാതരം ആലപിച്ചതിന്റെ പേരിൽ അത് ആലപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വേദി വിട്ട് ഇറങ്ങി പോയിട്ടുള്ള ആളാണ് ഈ മൗലാന മുഹമ്മദ് അലി. 1921 മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും അഫ്ഗാനിസ്ഥാൻ രാജാവിന് കത്തയക്കുന്നുണ്ട് ഇന്ത്യയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട്. ഇന്ത്യയിൽ ഒരു ഇസ്ലാമിന്റെ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ഈ കോൺഗ്രസും ഗാന്ധിയൊന്നും വിചാരിച്ചിട്ട് ഇവിടുന്ന് ബ്രിട്ടീഷുകാരെ ഇതാക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് എന്താണ്, അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ട് ഇന്ത്യയിൽ ഇസ്ലാമിന്റെ രാജ്യം സ്ഥാപിക്കുന്നത് മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും അഫ്ഗാനിസ്ഥാനിലെ രാജാവിന് കത്തയച്ചിട്ടുണ്ട്. ഈ കത്തിന്റെ പേരിൽ മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോ അതിനെതിരെ പ്രതിഷേധിക്കുകയാണ് ഗാന്ധി ചെയ്ത്. എന്റെ സഹോദരങ്ങൾ ജയിലിൽ കിടക്കുമ്പോൾ ഞാൻ എന്തിനു സ്വതന്ത്രമായിട്ട് പുറത്ത് ജീവിക്കുന്നു എന്നാണ് ഗാന്ധി ചോദിക്കുന്നത്. ഈ ആളെ തന്നെയാണ് തൊട്ടടുത്ത വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ട് നിയമിക്കുന്നത്. അപ്പൊ ഇവരുടെ ഉദ്ദേശം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോവുക എന്നുള്ളതല്ല. ഇവരുടെ ഉദ്ദേശം ഇന്ത്യയിൽ ഒരു മതരാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിന് ഏതെങ്കിലും തരത്തിൽ സ്വാതന്ത്ര്യ സമരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവർ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ രാജാവിനോട് ഇന്ത്യ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ട് ഇന്ത്യയിൽ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കണം എന്ന് പറയില്ലല്ലോ. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ആൾ ഇവിടെ വന്ന് ഭരിച്ചാൽ കുഴപ്പമില്ല, പേർഷ്യയിൽ നിന്നുള്ള മുഗളന്മാർ ഇവിടെ ഭരിച്ചാൽ കുഴപ്പമില്ല, അതല്ലെങ്കിൽ ഇനിയിപ്പോ വേറെ ഏതെങ്കിലും സ്ഥലത്ത് നിന്നുള്ള തുർക്കിയിലെ ഖലീഫ നേരിട്ട് വന്ന് ഇന്ത്യ ഭരിച്ചാലും കുഴപ്പമില്ല. ക്രിസ്ത്യാനികളായിട്ടുള്ള ബ്രിട്ടീഷുകാർ ഭരിക്കാൻ പാടില്ല എന്നാണ് അവിടുത്തെ പ്രശ്നം. അപ്പോ അതിന്റെ പിന്നിലുള്ള താല്പര്യം ഏതെങ്കിലും തരത്തിൽ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതല്ല, ദേശീയതയുമായി ബന്ധപ്പെട്ടതല്ല. എന്തായാലും ഈ 1915 മുതൽ ഈ ഖിലാഫത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുണ്ടായി. അത് വളരെ എന്താ പറയാ, ഇവരുടെ ഒരു ഹംദർദ് എന്ന് പറയുന്ന ഉറുദു പത്രം ഉണ്ടായിരുന്നു, ഈ ആലി സഹോദരങ്ങൾ നടത്തിയിരുന്ന. ഈ ഹംദർദ് എന്ന് പറയുന്ന ഉറുദു പത്രത്തിലൂടെയാണ് ഖിലാഫത്തിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനങ്ങൾ നടത്തിയിരുന്നത്. അതേപോലെ തന്നെ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന അൽ അമീൻ എന്ന് പറയുന്ന പത്രമുണ്ട്. ഈ 2 പത്രങ്ങളാണ് ഇന്ത്യയിലെ ഖിലാഫത്തിന്റെ ഒരു പ്രചാരക വേല, അതിന്റെ ഒരു പ്രചരണ ദൗത്യം ഏറ്റെടുത്തത്. അത് ഈ ആലി സഹോദരങ്ങൾ എന്ന് പറഞ്ഞ തീവ്ര വർഗീയ പ്രഭാഷണങ്ങളിലൂടെ പ്രസിദ്ധരായിട്ടുള്ള ആളുകളാണ്. ഈ ആളുകളുടെ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് 1919 ആയപ്പോഴേക്കും 1919 വേറൊരു സംഭവം ഉണ്ടായി. എന്താണ്, ഈ ട്രീറ്റി ഓഫ് സെവറസിലേക്ക് എത്തി, ആ സമയത്തിലേക്ക് എത്തി. കാരണം തുർക്കി യുദ്ധത്തിൽ തോറ്റു കഴിഞ്ഞു. അതിന്റെ മുമ്പ് തുർക്കി ആക്രമിക്കപ്പെടുന്നു എന്നുള്ള പ്രശ്നമേ ഉള്ളൂ. 18 തുർക്കി തോറ്റു കഴിഞ്ഞു. അതോടുകൂടി ഈ വികാരം കൂടുതൽ രൂക്ഷമായി. 1919 ആയപ്പോഴേക്കും ഇവർ ഖിലാഫത്ത് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചു. 1919 ഖിലാഫത്ത് മാനിഫെസ്റ്റോയിൽ പറയുന്നത് തുർക്കിയിലെ ഖലീഫയെ അടിയന്തരമായി പുനഃസ്ഥാപിച്ചിട്ടില്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ രോഷം നിയന്ത്രണാതീതമാകും എന്ന് ബ്രിട്ടീഷുകാർക്ക് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടാണ് ഖിലാഫത്ത് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോ ഇങ്ങനെ ഒരു വലിയ ശക്തിയായിട്ട് ഖിലാഫത്ത് മാറുകയുണ്ടായി. സ്വാഭാവികമായിട്ടും ഈ ഖിലാഫത്തിനെ എങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ള ചിന്തയാണ് ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ കാണേണ്ട സംഗതി എന്താ വെച്ചാൽ, അതുവരെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഇന്ത്യയിലെ മുസ്ലിം സമൂഹം കോൺഗ്രസിനെ ഒരു സംശയത്തോടു കൂടി നോക്കിക്കാണുകയും കോൺഗ്രസ് ഒരു ഹിന്ദു അജണ്ട
പേറുന്ന ഒരു ദേശീയ പ്രസ്ഥാനമാണെന്നും ആ പ്രസ്ഥാനം മുസ്ലിങ്ങളുടെ താല്പര്യത്തെ വേണ്ട പോലെ റെപ്രസെന്റ് ചെയ്യില്ല എന്നുമുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ആദ്യകാലത്തുള്ള കോൺഗ്രസിന്റെ പ്രവർത്തനം നോക്കിക്കഴിഞ്ഞാൽ, നേതാക്കളെ നോക്കിക്കഴിഞ്ഞാലും കോൺഗ്രസിന് ഒരു ഹിന്ദു നാഷണലിസ്റ്റിക് വിഷൻ ഉണ്ടായിരുന്നുള്ള സത്യം. പ്രത്യേകിച്ച് ബാലഗംഗാധര തിലകനെ പോലെയുള്ള വലിയ തീവ്ര ഹിന്ദു ദേശീയവാദികളായിട്ടുള്ള നേതാക്കളൊക്കെ കോൺഗ്രസിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ഗണേശോത്സവം പോലെയുള്ള ഹിന്ദു ഉത്സവങ്ങളൊക്കെ വലിയ പുനഃസംഘടിപ്പിച്ചതും, അതായത് ഇല്ലാണ്ടായി പോയിട്ടുള്ള സംഗതികൾ പുനഃസംഘടിപ്പിച്ചതും അതിനെ ഒരു ദേശീയ ഉത്സവമാക്കി മാറ്റിയതും ഒക്കെ ബാലഗംഗാധര തിലകനെ പോലത്തെ ആളുകളുടെ നേതൃത്വത്തിലാണ്. അപ്പൊ എന്താ വെച്ചാൽ ഈ മുസ്ലിം സമൂഹം കോൺഗ്രസിനെ ഒരു സംശയത്തോടുകൂടി നോക്കി മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ 1905 ബംഗാൾ വിഭജനം, ഡിവിഷൻ ഓഫ് ബംഗാൾ ഉണ്ടായതിനു ശേഷം ഹിന്ദുക്കൾ പൊതുവെ ഈ ബംഗാൾ വിഭജനത്തെ എതിർത്തപ്പോ പോലും ഈ മുസ്ലിം സമൂഹം ബംഗാൾ വിഭജനത്തിനെ അനുകൂലിക്കുകയാണ് ചെയ്തത്. കാരണം ഈ കോൺഗ്രസിനോടും സഹോദര ഹിന്ദുക്കളോടും ഉള്ളതിനേക്കാൾ കൂടുതൽ താല്പര്യവും വിശ്വാസവും ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരോടായിരുന്നു. മാത്രമല്ല 1858 ഈ ഒന്നാം സ്വാതന്ത്ര്യ യുദ്ധം അടിച്ചമർത്തിയതിനു ശേഷം ഇവർക്ക് ഈ മറ്റ് ജോലികളിലും അതേപോലെ തന്നെ റെപ്രസെന്റേഷനിലും ഒക്കെ മുസ്ലിം സമൂഹത്തെ കുറച്ച് സംശയത്തോടു കൂടി മാറ്റി നിർത്തുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. കാരണം ബഹദൂർ ഷാ സഫറിനെയാണല്ലോ ഇന്ത്യയുടെ രാജാവായിട്ട് വാഴിച്ചത്. കലാപത്തിൽ എല്ലാ ആളുകളും ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പോലും മുഗൾ രാജവംശത്തെയാണ് പുനഃസ്ഥാപിക്കുന്നത്. അതോടുകൂടി ഇവര് ഇത്തരത്തിലൊരു വീണ്ടും ഒരു മതരാഷ്ട്രവാദം കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്, ഇവര് ഉയരാനുള്ള സാധ്യതയുണ്ടെന്ന് കണ്ടുകൊണ്ട് വളരെ ബ്രൂട്ടലായിട്ടൊരു സപ്രഷൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഓഫീസുകളിലും അതുപോലെ തന്നെ സർക്കാർ ജോലികളിലും ഒക്കെയുള്ള പ്രാതിനിധ്യം വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു അപകടം മനസ്സിലാക്കിയതിനു ശേഷം ബ്രിട്ടീഷുകാരോട് കുറച്ചും കൂടി നന്നായി നിൽക്കുക, അവരെ കുറച്ചും കൂടി പ്രീണിപ്പിച്ച് നിൽക്കുക എന്നൊരു നയാണ് ഇവര് പുലർത്തി പോകുന്നത്. അതുകൊണ്ടാണ് 1905 ആദ്യമായിട്ടൊരു മുസ്ലിം രാഷ്ട്രീയ സംഘടന ഉണ്ടാവുന്നത്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഉണ്ടാവുന്നത് 1905. എന്താണ് ഇതിന്റെ പശ്ചാത്തലം? ഡിവിഷൻ ഓഫ് ബംഗാളാണ് പശ്ചാത്തലം. ഡിവിഷൻ ഓഫ് ബംഗാളില് ഹിന്ദുക്കളും ഇന്ത്യയും പൊതുവിൽ ഒരു നിലപാടെടുത്തപ്പോ അതിനെതിരെ ഒരു വിരുദ്ധ നിലപാടെടുത്തിട്ട് പ്രത്യേക ബ്ലോക്കായിട്ട് മുസ്ലിങ്ങൾ മാറി നിൽക്കുകയാണ് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയിലൂടെ ഉണ്ടായത്. അതിനുശേഷമാണ് അങ്ങനെ ഒരു മുസ്ലിം രാഷ്ട്രീയ പാർട്ടി ഉണ്ടായപ്പോഴാണ് പിന്നീട് അതിന് ഒരു പ്രതികരണം എന്നുള്ള രീതിയിൽ ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രീയവും ആ നിലയ്ക്ക് തന്നെ വികസിച്ചു തുടങ്ങിയത്. 1905 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഉണ്ടായി. 1909 ആയപ്പോഴേക്കും ഓൾ ഇന്ത്യ ഹിന്ദു മഹാസഭ ഉണ്ടായി. ഈ ഹൈന്ദവ രാഷ്ട്രീയത്തിന്റെ ഒരു വികാസം, പരിണാമം എപ്പോ നമ്മൾ നോക്കിയാലും അത് ഭാവാത്മകമല്ല, അത് പ്രതികരണാത്മകമാണ്. ആക്ഷണറി അല്ല, റിയാക്ഷണറി ആണ്. എതിർഭാഗത്ത് ഇത്തരത്തിലൊരു വർഗീയമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാവുമ്പോഴാണ് അതിന്റെ റിയാക്ഷൻ ആയിട്ടാണ്, പ്രതികരണമായിട്ടാണ് എപ്പോഴും ഇപ്പുറത്തും ഇത്തരം സംഗതികളുണ്ട്. അതിന് ചരിത്രത്തിന് നിരവധി അടയാളങ്ങൾ, ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. പക്ഷെ അതിനുശേഷം മുസ്ലിം ലീഗിന്റെ ഭാഗമായി നിന്നുകൊണ്ട് കോൺഗ്രസിന് പൂർണ്ണമായിട്ട് വിശ്വാസം എടുക്കാതെ ഒരു പ്രത്യേക രാഷ്ട്രീയ ബ്ലോക്കായി നിൽക്കാനും അതുവഴി ബ്രിട്ടീഷുകാരുടെ വിശ്വാസവും പ്രീതിയും സമ്പാദിക്കാനുള്ള ഒരു ശ്രമം ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ മുസ്ലിം ജനസമൂഹത്തിനിടയിൽ പ്രബലമായിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. ഇതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ഒരു വലിയ പ്രശ്നം. കോൺഗ്രസിന്റെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും കോൺഗ്രസിൽ വിശ്വാസം ഇല്ലാത്തവരായിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അവരെയും കൂടി ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് വലിയൊരു മൂവ്മെന്റ് ആക്കി മാറ്റാൻ കഴിയും. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പിന്നീട് അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇവരെ ഏത് വഴിക്കും ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു അജണ്ടയായിട്ട് ഗാന്ധി ഏറ്റെടുത്തു. അതിനുവേണ്ടി ഖിലാഫത്തിനെ ഉപയോഗിക്കാം എന്ന് ഗാന്ധിജിയുടെ ആശയമായിരുന്നു. അതായത് ഖിലാഫത്തിന് പരിപൂർണമായിട്ട് പിന്തുണ നമ്മൾ പ്രഖ്യാപിക്കുക, പകരമായിട്ട് ദേശീയ പ്രസ്ഥാനത്തിന് ഈ പറയുന്ന മുസ്ലിങ്ങളുടെ പിന്തുണ ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു. അത് അമ്പേ പാളിപ്പോയിട്ടുള്ള ഒരു കണക്കുകൂട്ടലാണ്. അതിന്റെ വില കൊടുക്കേണ്ടി വന്നതാണ് മലബാറിലെ സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള തുർക്കിയിലെ ഖലീഫ ആരാണെന്ന് പോലും അറിയാതിരുന്നിരുന്ന ഹിന്ദുക്കൾക്ക് ആണ് അതിന്റെ വില കൊടുക്കേണ്ടി വന്നത്, ഗാന്ധിജിയുടെ കണക്കൂട്ടലിന്റെ വില. ഏതായാലും അതിനുശേഷം ആലി സഹോദരങ്ങളെ ഗാന്ധിജി സന്ദർശിക്കുകയും അവരെ കോൺഗ്രസിലേക്ക് ഔദ്യോഗികമായിട്ട് ക്ഷണിക്കുക. അപ്പൊ 1919 വേറൊരു സംഭവം ഉണ്ടാവുന്നുണ്ട്. ഈ റൗലത്ത് ആക്ടിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ സംഘടിച്ചിട്ടുള്ള ജനങ്ങളെ ജനറൽ ഡയറുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർ വെടിവെച്ചു വന്നു. 1000-ഓളം ആളുകൾ ആ വെടിവെപ്പിൽ മരിച്ചിട്ടുണ്ട്. ജാലിയൻ വാലാബാഗ് മാസക്കർ എന്ന് പറയുന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഉണ്ടാവുന്നത് 1919 വർഷത്തിലാണ്. അതിനെതിരെയാണ് എന്തുണ്ടാവുന്നത്? ഇന്ത്യയിൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഉണ്ടാവുന്നത്, നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു മുന്നേറ്റം ഉണ്ടാവുന്നു. അപ്പോ ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം തന്നെ സ്വരാജാണ്, പൂർണ്ണ സ്വരാജ് ഒരു ആവശ്യം 1929 മാത്രമാണ് കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് മുന്നോട്ട് വെക്കുന്നതെങ്കിലും പരിമിതാധികാരങ്ങളോട് കൂടിയിട്ട്
സ്വയം ഭരിക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് സ്വരാജ് എന്ന് പറയുന്ന ഒരു ആശയം ഈ 1920 കാലഘട്ടത്തിലാണ് വരുന്നത്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ഉദ്ദേശ ലക്ഷ്യമായിട്ട് പ്രഖ്യാപിച്ചിരുന്നത് സ്വരാജ് ആണ്. ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന് ഖിലാഫത്തിന്റെ പിന്തുണയും കൂടി കിട്ടുകയാണെങ്കിൽ ഇതൊരു അനിഷേധ്യമായിട്ടുള്ള മൂവ്മെന്റ് ആയി മാറും എന്നുള്ളതായിരുന്നു ഗാന്ധിജിയുടെ കണക്കൂട്ടൽ. അതിനുവേണ്ടി ഒരു ഖിലാഫത്ത് സ്വരാജ് സംയുക്ത മുന്നേറ്റം എന്ന ഫോർമുലയാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ചത്. ഇത് രണ്ടും പരാജയപ്പെട്ടു. ചരിത്രത്തിൽ അങ്ങനെ ഒരു കൗതുകം കൂടി ഉണ്ട്. കാരണം ഖിലാഫത്തിനെയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ സ്വരാജ് നേടിയെടുക്കാൻ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വിജയിക്കുമെന്ന് വിചാരിച്ചിട്ട് ഈ രണ്ട് മൂവ്മെന്റുകളും അതിന്റെ സ്വാഭാവിക മരണത്തിന് വിധേയരാവുക ചെയ്തു. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ചൗരിയിലെ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് ജനങ്ങള് പോലീസുകാരെ തീ വെച്ച് കൊന്നു എന്നുള്ള സംഭവത്തിന്റെ പേരിൽ ഈ മൂവ്മെന്റിന്റെ അഹിംസാ സ്വഭാവം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ചൗരി ചൗര ഇൻസിഡന്റിന്റെ പേരിൽ ഗാന്ധിജി തന്നെ ഏകപക്ഷീയമായിട്ട് പിൻവലിച്ചു. അതായത് ആയിരക്കണക്കിന് ആൾക്കാർ വെടികൊണ്ട് മരിച്ചിട്ടുള്ള സംഭവത്തിനെതിരെ തുടങ്ങിയിട്ടുള്ള ഒരു സമരം സ്വരാജ് കൈപ്പിടിയിൽ എത്തിക്കുമെന്നൊക്കെയുള്ള ഒരു അവസരത്തിൽ അത്രയും വിജയിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ 5 പോലീസുകാർ മരിച്ചു എന്നുകൊണ്ട് ഗാന്ധിജി പിൻവലിക്കുകയാണ്. അതിലത്തെ ഒരു ഇരട്ടത്താപ്പ് നമ്മൾ ആലോചിക്കണം. 5 പോലീസുകാരുടെ ജീവന് വേണ്ടിയിട്ട് സ്വരാജ് എന്ന് പറയുന്ന പദ്ധതി തന്നെ ഗാന്ധിജി വേണ്ടാച്ചു. പക്ഷെ അതിന്റെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് ഖിലാഫത്തിനെ കൂടെ കൂട്ടിയിട്ടുള്ള ഗാന്ധിജിക്ക് അതിന്റെ പേരിൽ 10,000 പേര് മരിച്ചതും കുഴപ്പമുണ്ടായിരുന്നില്ല. അവിടെ മൂവ്മെന്റിന്റെ അഹിംസാ സ്വഭാവം നഷ്ടപ്പെട്ടിട്ടില്ല. ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വിജയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ആഘാതം ഉണ്ടാക്കിയിട്ടുള്ള ഖിലാഫത്തിനെ എടുത്ത് ഗാന്ധിജി ഒക്കത്ത് വെച്ചത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ആലി സഹോദരങ്ങളെ ക്ഷണിച്ചു വരുത്തി കോൺഗ്രസിന്റെ ഔദ്യോഗിക വേദിയിൽ സംസാരിച്ചത്. 1919 ഈ ഗാന്ധിയും ആലി സഹോദരങ്ങളും കൂടിയിട്ടാണ് കേരള പര്യടനം നടത്തുന്നത്. ഗാന്ധിയും ഇവരും കൂടി ദേശ പര്യടനം നടത്തിയിട്ട് 1918 ഏപ്രിൽ 18-ാം തീയതി കോഴിക്കോട് വന്ന് സംസാരിക്കുന്നു. 1920 ആലി സഹോദരങ്ങളെ കോഴിക്കോട് വെച്ചിട്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. ഈ യോഗത്തിൽ വെച്ചിട്ടാണ് എന്ത് പറയുന്നത്, ഗാന്ധി പ്രഖ്യാപിക്കുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ ഉള്ള നമ്മുടെ സമരം വിജയിക്കണമെങ്കിൽ ഖിലാഫത്തിന്റെ ലക്ഷ്യങ്ങളും വിജയിക്കണം. ഖിലാഫത്തിൽ നിന്ന് വിഭിന്നമായിട്ട് സ്വരാജിന് ഒരു നിലനിൽപ്പില്ല എന്ന് ഗാന്ധിയുടെ ഈ ആഹ്വാനം വിശ്വസിച്ചിട്ടാണ് ഇവിടുത്തെ ഏറനാട്ടിലെയും വള്ളുവനാട്ടിലെയും പൊന്നാനിയിലെയും തിരൂരങ്ങാടിയിലെയും സാധാരണക്കാരായിട്ടുള്ള ഹിന്ദുക്കളായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർ വരെ പണം പിരിച്ച് എന്താ പറയാ ഖിലാഫത്ത് ഫണ്ട് പിരിച്ചിട്ട് ഈ ഹിന്ദുക്കളായിട്ടുള്ള കോൺഗ്രസ്സുകാരാണ് ഇവിടുത്തെ ആദ്യത്തെ ഖിലാഫത്ത് കമ്മിറ്റികളൊക്കെ സ്ഥാപിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഗാന്ധിജി വന്നിട്ടത് പറഞ്ഞുകൊണ്ടാ. ഗാന്ധിജി എന്തിനാ ഇതൊക്കെ ചെയ്ത്? ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെന്റിലേക്ക് ഇവരുടെ പിന്തുണ കിട്ടാനാണ്. എന്നിട്ട് ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന് എന്താ പറ്റിയത്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ചൗരി ചൗര സംഭവത്തിന്റെ പേരിൽ ഗാന്ധിജി അങ്ങോട്ട് പിൻവലിച്ചു. അപ്പൊ പിന്നെ ഇത് മുഴുവൻ എന്തിനായിരുന്നു? ഈ ആളുകളുടെ ജീവനൊക്കെ എന്താ വില? ഈ ഖിലാഫത്തിന് എന്താ സംഭവിച്ചത്? ഖിലാഫത്ത് തുർക്കിയിലെ ജനങ്ങൾ തന്നെ നിഷേധിച്ചു. അതും എവിടെ എത്തിയില്ലല്ലോ. 1900 ഇവരുണ്ടല്ലോ ഈ 1915 തൊട്ട് 1920 വരെയുള്ള സമയത്തിൽ തുർക്കിയിലെ ഖലീഫയെ പുനഃസ്ഥാപിക്കണം എന്ന് വേണ്ടി ഇന്ത്യയിലും അതേപോലെ തന്നെ ആഫ്രിക്കയിലും ഈസ്റ്റ് ഏഷ്യയിലും ഒക്കെ ഇവർ കുറെ ആളുകൾ വല്ലാണ്ട് വിജൃംഭിതരായിട്ട് വ്രണപ്പെട്ട് വലിയ പ്രതിഷേധ പരിപാടികൾ നടത്തിയെങ്കിലും തുർക്കിയിലെ ജനങ്ങൾക്ക് അത് ആവശ്യം ഉണ്ടായിരുന്നില്ല. തുർക്കിയിലെ ജനങ്ങൾ ഖിലാഫത്ത് എന്നെ പിന്തുണച്ചിട്ടില്ലെന്ന് മാത്രമല്ല, തുർക്കി 1919 തൊട്ട് 1923 വരെ ടർക്കിഷ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന തുർക്കി സ്വാതന്ത്ര്യ യുദ്ധം ഉണ്ടായി. അതിനുശേഷം ഈ റിബലുകൾ അധികാരം പിടിച്ചു 1923. എന്താ പറയാ, കമൽ പാഷ എന്ന് പറയുന്ന എന്താ പറയാ അട്ടാതുർക്ക് ഉണ്ടല്ലോ, അട്ടാതുർക്കിന്റെ നേതൃത്വത്തിൽ ഇവര് തുർക്കിയിൽ അധികാരം പിടിച്ചു. അതിനുശേഷം ഇവര് പ്രസിഡൻഷ്യൽ റിപ്പബ്ലിക് ഓഫ് തുർക്കി പ്രഖ്യാപിച്ചു. ഖലീഫ എന്ന് പറയുന്ന സ്ഥാനം ഒഫീഷ്യലായിട്ട് എടുത്തു കളഞ്ഞു. തുർക്കി ഒരു പ്രസിഡൻഷ്യൽ റിപ്പബ്ലിക്കായി മാറി ജനകീയ പ്രക്ഷോഭത്തിലൂടെ, റിബലുകൾ അധികാരം പിടിച്ചെടുത്തുകൊണ്ട്. അവിടെ പിന്നീട് എന്താ പറയാ, തുർക്കിയിലെ ജനങ്ങൾക്ക് പോലും വേണ്ടായിരുന്നു ആ സംഭവം പോലെ. പിന്നീട് തുർക്കി പ്രസിഡൻഷ്യൽ റിപ്പബ്ലിക് ആയി. തുർക്കിയിലെ ജനങ്ങൾ തന്നെ ഈ ഒരു മൂവ്മെന്റിനെ തള്ളിക്കളഞ്ഞതോടുകൂടി അതിന് വേറെ സ്ഥലങ്ങളിലൊന്നും യാതൊരു പ്രസക്തി ഉണ്ടായില്ല. സ്വാഭാവിക മരണത്തിന് വിധേയരായി. ഇവിടെയൊക്കെയുള്ള ഖിലാഫത്തുകാരെല്ലാരും പിന്നെ തുർക്കിക്കാർക്ക് വേണ്ടാത്ത ഖലീഫയെ നമുക്ക് വേണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ ഈ രണ്ട് മൂവ്മെന്റുകളും ഇതിന്റെ സ്വാഭാവിക മരണം വരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, നോൺ കോപ്പറേഷൻ ആയാലും ഖിലാഫത്തായാലും. പക്ഷെ ഇതിനു വേണ്ടിയിട്ടാണ് ഖിലാഫത്തിന് പരിപൂർണ പിന്തുണ കൊടുക്കുകയും മൗലാന ഈ ആലി സഹോദരങ്ങളെ ഗാന്ധിജി കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം വരെ വെച്ച് നീട്ടിക്കൊണ്ട് സ്വീകരിക്കുന്നതും കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഖിലാഫത്ത് കമ്മിറ്റികൾ സ്ഥാപിക്കുന്നു. അതിനുവേണ്ടി നേരിട്ട് വന്ന് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നതും ആ വാക്കൊക്കെ വിശ്വസിച്ചിട്ട് ഇവിടുത്തെ ആളുകൾ ഖിലാഫത്ത് കമ്മിറ്റികൾ സ്ഥാപിക്കുന്നു. ഇന്നത്തെ ഒരു സമയം പൂർത്തിയായി തോന്നുന്നു. ഞാനിപ്പോ ഉദ്ദേശിച്ചിരുന്ന ആ ഒരു ആസ്പെക്ട് ഒരു പക്ഷേ കലാപത്തിന്റെ ഒരു ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലം എന്നുള്ള വിഷയം ഒരുവിധം പറഞ്ഞു എത്തിയെന്ന് തോന്നുന്നു. അത് എത്രത്തോളം ഫലവത്തായിട്ട് എത്രത്തോളം ഉപകാരപ്രദമായിട്ട് പറയാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. പക്ഷെ അതിന്റെ ഉദ്ദേശിച്ചിട്ടുള്ള എല്ലാ വശങ്ങളും സ്പർശിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ഇന്നത്തെ സെഷൻ 1 മണിക്കൂർ പൂർത്തിയായതുകൊണ്ട് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു.
ഇനി ഇതിന്റെ മറ്റു വിഷയങ്ങളിലേക്ക് ഇനിയുള്ള ദിവസങ്ങളിലെ ചർച്ചകളിൽ ഈ കലാപത്തിൽ എന്നിട്ട് എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, എന്താണ് അത് മലബാറിൽ ഉണ്ടാക്കിയിട്ടുള്ള ആഘാതം എന്താണ്, അതിന്റെ ഭാഗമായി നടന്നിട്ടുള്ള സംഭവങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിലെ സെഷനുകളിൽ ചർച്ച ചെയ്യാമെന്ന് തോന്നുന്നു. അങ്ങനെയാണ് എന്റെ അഭിപ്രായം. അഡ്മിന്മാര് നിശ്ചയിക്കുന്ന പോലെ ചെയ്യാം. തുടരുകയാണോ വേണ്ടത്? നമുക്ക് നമസ്തേ നമസ്തേ. പ്രാശി പറയും. അല്ല, നമുക്ക് ഇപ്പം ഇതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം എന്തായിരുന്നു, മലബാറിലെ ഈ എന്താ പറയാ ഡെമോഗ്രഫി മാറി, അതിനനുസരിച്ച് എന്താണ് ഈ ഒരു തലത്തിലേക്ക് ഇതിനെ കൊണ്ടുവന്ന് നിർത്തി. നമുക്ക് 16-ാം തീയതിയിലെ ശംഖുവിന്റെ സെഷനിൽ ബാക്കിയും നാളെ മുതൽ 15-16 പിന്നെ അതിനോട് ശേഷം ഒരു പ്രോഗ്രാം വെക്കാം. ഞാൻ എന്തായാലും അതൊന്ന് പറയാം. അപ്പൊ ഇന്ന് നമ്മൾ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. നാളെ വൈകുന്നേരം ഇതേ സമയത്ത് 7 മണിക്ക് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ പദ്ധതി ആരംഭിക്കും. നാളെ സന്ദീപ് ജി സംസാരിക്കുന്നുണ്ടാവും. പിന്നെയുള്ളത് 15-ാം തീയതിയാണ്. എന്നാൽ 15-ാം തീയതി സന്ദീപ് ജി സംസാരിക്കും. 16-ാം തീയതി വീണ്ടും നമ്മളോട് ശംഖുജി തന്നെ സംസാരിക്കും. അതിനുശേഷം നമ്മൾ ഇതൊരു റേഡിയോ പോലെ നമ്മളിത് കേൾക്കുക, നമ്മളിത് മനസ്സിലാക്കുക, നമ്മൾ തിരിച്ചു പോവുക എന്നുള്ളതിനുപരിയായിട്ട് ഇതിനോട് തൽപരരായിട്ടുള്ള കുറച്ച് ആളുകളുടെ ഒരു കൂട്ടാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം, കൂട്ടമായിട്ട് നമുക്ക് ഏത് സ്ഥലത്തിരുന്നിട്ടും നമുക്ക് ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു ഡിസ്കഷൻ. അത് 16-ാം തീയതി നമ്മുടെ ചർച്ച പൂർത്തിയാവുന്നതിന് കൂടി നമുക്കൊരു ഡേറ്റ് തീരുമാനിച്ചിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ട് വിശദമായിട്ട് ചർച്ച ചെയ്തിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം നമ്മളിതിന്റെ ഇപ്പം വിഷയം ശംഖുജി പറഞ്ഞു 5 വിഷയങ്ങളായിട്ട്. അപ്പൊ അതിനെക്കുറിച്ച് പഠിച്ച് ഏതൊക്കെ തരത്തിൽ, ഇപ്പൊ ചില ആളുകൾക്ക് എഴുതാൻ പറ്റുന്നവരുണ്ടാവും, ചില ആളുകൾക്ക് പുസ്തകം റെഫർ ചെയ്ത് പറഞ്ഞു തരാൻ പറ്റുന്നവരുണ്ടാവും, ചില ആളുകൾക്ക് ചെറിയ ചെറിയ സംഗതികൾ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുന്നവരുണ്ടാവും. അങ്ങനെ നമ്മളൊക്കെ പല മേഖലകളിലുള്ളവരാണ്. നമുക്ക് എന്തെല്ലാം സാധ്യമാണോ അതെല്ലാം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. അതിന്റെ പ്രധാനപ്പെട്ട സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഈ പ്രളയം, അത് പ്രകൃതി ദുരന്തം, ഇതൊക്കെ സ്ഥിരമായി നേരിടുന്ന, അല്ലെങ്കിൽ അതിന്റെ മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മളൊക്കെ. നമ്മളത് കൃത്യമായി നമുക്ക് വളരെ അടുത്ത് നമ്മൾ കാണുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, സ്വന്തം വിശ്വസ്തരായിട്ടുള്ള ആളിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ അതിക്രൂരമായ ഒരു ആക്രമണം നേരിട്ട സമയത്ത് എങ്ങനെയായിരിക്കും നമ്മുടെ പൂർവികര് അതിനെ അഭിമുഖീകരിച്ചിട്ടുണ്ടാവുക? എന്തായിരുന്നു അവരുടെ മുന്നിൽ ഉണ്ടായിരുന്ന ഒരു മാർഗം എന്തായിരുന്നു? അങ്ങനെ പലായനം ചെയ്യപ്പെട്ടവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അപ്പൊ അങ്ങനെ അത്തരം ദുരിതത്തിൽ നിന്നും എങ്ങനെ ഈ ഒരു സമൂഹം കരകയറി വന്നു? ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പൊ ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ എന്താ? ഇനി നമ്മൾ എന്താണ് ഈ സമൂഹത്തിന് മുന്നിലേക്ക് ചെയ്യേണ്ടത് എന്താ? അപ്പൊ അങ്ങനെ വിവിധങ്ങളായിട്ട്, അണ്ണാർക്കണ്ണനും തണ്ണാലായത് എന്ന് പറയുന്ന പോലെ വിവിധങ്ങളായിട്ട് നമുക്ക് സാധിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും സാധ്യമായത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോമായി ഇത് മാറുകയും വേണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. നാളെ വൈകുന്നേരം 7 മണിക്ക്. എല്ലാവർക്കും വളരെ നന്ദി. നമസ്കാരം. നമസ്കാരം.